പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. ഒരു നിലക്കാത്ത ഓർമ്മയുടെ പൂമരച്ചോട്ടിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞുപോയി. എന്നിട്ടും കോടാനുകോടി മനുഷ്യരുടെ മനസ്സിലിങ്ങനെ നിലക്കാത്തൊരു മഴയായി പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മഹാജീവിതത്തെ പിന്നെയും പിന്നെയും ഓർത്തെടുക്കുകയാണ്. ഓർമ്മിക്കാൻ വല്ലതും തരണം എന്ന് പറഞ്ഞ ആനന്ദയുടെ കയ്യിലേക്ക് ശ്രീബുദ്ധൻ വെച്ചുകൊടുത്തത് ഒരു മുല്ലപ്പൂവായിരുന്നു. ആനന്ദ ആ മുല്ലപ്പൂ അങ്ങനെ സൂക്ഷിച്ചു വെച്ചു. ഒന്നാമത്തെ ദിവസം നല്ല സുഗന്ധം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ദിവസവും കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. മൂന്നാമത്തെ ദിവസവും നാലാമത്തെ ദിവസമൊക്കെ ആയപ്പോഴേക്ക് മുല്ലപ്പൂവിന് സുഗന്ധം ഉണ്ടായിരുന്നില്ല. ബുദ്ധ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയായിരുന്നു. മുല്ലപ്പൂ പോലെ ഒരു ആയുസ്സാണ്. ഓർമ്മകളിലേക്ക് അങ്ങനെ മറഞ്ഞു പോകുന്ന ഒരു കുഞ്ഞു ജന്മമാണ് മനുഷ്യൻ്റേത്. ഓർമ്മകളായി ഇങ്ങനെ ബാക്കിയാകേണ്ടത് നമ്മൾ ചെയ്തു വച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. കുറച്ചു കാലം കുവൈത്തിൽ ജീവിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകും. അങ്ങനെ തിരിച്ചു പോയിട്ട് പിന്നെ നമ്മൾ കുവൈത്തിലെ ഈ പ്രവാസകാലത്തെക്കുറിച്ച് ഇങ്ങനെ ഓർമ്മിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ് ബാക്കിയാവുക? നാട്ടിലേക്കാൾ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട്, പക്ഷെ അതൊക്കെ മറന്നുപോകും. നല്ല വസ്ത്രം എടുത്തിട്ടുണ്ട്, അതും മറന്നുപോകും. നല്ല സൗകര്യങ്ങളിൽ ജീവിച്ചിട്ടുണ്ട്, അതും മറന്നുപോകും. ഓർമ്മയായി ബാക്കിയാകുന്നത് നമ്മളിങ്ങനെ ചെയ്തു വച്ചിട്ടുള്ള കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ, സഹവസിച്ചിട്ടുള്ള കുറച്ച് നല്ല സൗഹൃദങ്ങൾ, കുറച്ച് മനുഷ്യരുടെ മുഖങ്ങൾ, അതാണ് ബാക്കിയാവുക. അങ്ങനെ ബാക്കിയാകുന്ന അല്ലെങ്കിൽ ഓർമ്മിക്കപ്പെടുന്ന ഒരു ജീവിതം ജീവിക്കുക എന്നുള്ളതാണ് മനുഷ്യന് ഇവിടെ ചെയ്യാനുള്ളത്. ഓർമ്മിക്കപ്പെടാവുന്ന വിധം ജീവിക്കുക. ബഷീറിൻ്റെ ഒരു ചെറിയ കഥയുണ്ട്. അജ്ഞാതമായ ഭാവിക്ക് എന്നാണ് ആ കഥയുടെ പേര്. അതിൽ ഉപ്പാൻ്റെ കയ്യും പിടിച്ചിട്ട് പുഴക്കരയിലേക്ക് നടന്നു പോകുമ്പോൾ ബഷീറിൻ്റെ കാൽപ്പാടുകളുണ്ട് മണലിൽ. പക്ഷെ തിരിച്ചു വരുമ്പോൾ ആ കാൽപ്പാടുകളില്ല. ബഷീർ ഉപ്പയോട് ചോദിക്കുന്നുണ്ട്, എവിടെ പോയി എൻ്റെ കാൽപ്പാടുകൾ? അപ്പോൾ ഉപ്പ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എനിക്കറിയില്ല. അവസാനം ഉപ്പ പറയുന്നത് ഇങ്ങനെയാണ്, പിന്നിൽ വന്ന ആളുകൾ മായ്ച്ചു കളഞ്ഞിട്ടുണ്ടാവും. പിന്നിൽ വന്ന ആളുകൾ മായ്ച്ചു കളഞ്ഞിട്ടുണ്ടാവും. ഇവിടെ പിന്നിൽ വന്ന ആളുകൾ ഇങ്ങനെ തേടിപ്പോകുന്ന കാൽപ്പാടാണ് പ്രവാചകൻ. മദീനയിൽ നിന്ന് വന്ന ആളുടെ കണ്ണിൽ ചുംബിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. മദീനയിലേക്ക് പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. പിന്നെ അദ്ദേഹം ചെയ്യുന്നത് ഇതാണ്, മദീനയിൽ പോയി വന്നിട്ടുള്ള ആളുകളുടെ കണ്ണ് ചുംബിക്കുകയാണ്. എൻ്റെ ഒരു ചങ്ങാതിയുണ്ട് അബൂദബിയിൽ, കവിയാണ്, പാട്ടെഴുത്തുകാരനാണ്, റഫീഖ്. അദ്ദേഹവുമായിട്ട് ഇങ്ങനെ ഒരു ദിവസം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ പാട്ട് കേൾപ്പിച്ചു. ആയിഷ അബ്ദുൽ ബാസിത്ത് എന്ന മിടുക്കിയായൊരു പെൺകുട്ടിയുടെ പാട്ടാണ്, നബിയെക്കുറിച്ചുള്ളൊരു പാട്ടാണ്. ആ പാട്ട് ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ കേൾക്കുമ്പോഴേ അതിലൊരു വരി, ആ വരി ഇങ്ങനെയാണ്, പ്രവാചകരെ, നിങ്ങളൊരു സാഗരമാണ്, ഞാനോ അതിൻ്റെ മുന്നിൽ ദാഹമാണ്.
തൂ സമന്ദർ മേ പ്യാസു ഹൂ. എൻ്റെ പ്രവാചകരെ, നിങ്ങളൊരു സാഗരമാണ്, ഞാൻ അതിൻ്റെ മുന്നിൽ ദാഹാർത്തിയാണ് എന്ന വരി ആ പാട്ടിലിങ്ങനെ കേട്ടപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ആ ചങ്ങാതി പൊട്ടിക്കരഞ്ഞുപോയി. ശരിക്കും നിയന്ത്രിക്കാനാവാത്ത വിധം അവൻ കരഞ്ഞുപോയി. ഓർമ്മയുടെ ഭാരം കൊണ്ട് നൂറ്റാണ്ടുകൾക്കിപ്പുറത്ത് ഒരു സാധാരണ മനുഷ്യൻ്റെ കണ്ണ് കവിഞ്ഞൊഴുകണം എന്നുണ്ടെങ്കിൽ അത്രയേറെ മനസ്സിലിങ്ങനെ ബാക്കിയാകുന്നൊരോർമ്മയായി ആ വലിയ ജീവിതം മാറുമ്പോഴാണ്. എന്തിനാണ് ചരിത്രം നമ്മൾ പഠിക്കുന്നത്? എന്തിനാണ് ചരിത്രം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ് ചരിത്രം നമ്മൾ കേൾക്കുന്നത്? ഒറ്റ കാര്യമുള്ളൂ, വർത്തമാനകാലത്തിൽ നമ്മൾക്ക് എന്താണോ നഷ്ടപ്പെടുന്നത് അത് ചരിത്രത്തിൽ നിന്ന് തിരിച്ചു പിടിക്കാനാണ്. അതിനാണ് ചരിത്രം. തോട് കുറുകെ ചാടുന്ന കുട്ടി തോടിൻ്റെ അടുത്ത് നിന്നല്ല ചാടുക, കുറച്ച് പിറകിലേക്ക് വെച്ചിട്ട് സ്റ്റെപ്പുകൾ വെച്ചതിന് ശേഷമാണ് തോട് കുറുകെ ചാടുക. 1 സ്റ്റെപ്പ് ബാക്ക് ഈ 7 സ്റ്റെപ്സ് അഹെഡ് എന്ന് പറയാറില്ലേ? പിറകിലേക്ക് പോയ ആ ചുവടുകളുണ്ടല്ലോ, ആ ചുവടുകളാണ് മുന്നോട്ട് കുതിക്കാനുള്ള ഊക്ക് കൊടുത്തത്. ഈ പിറകിലേക്ക് വെക്കുന്ന ചുവടുകളാണ് ചരിത്രത്തിലേക്ക് നമ്മൾ പോകുന്ന അന്വേഷണങ്ങൾ. അതിനാണ് ചരിത്രം. വർത്തമാനകാലത്തിൽ നമ്മൾക്ക് നഷ്ടപ്പെടുന്നത് എന്താണോ അത് തിരിച്ചു പിടിക്കാൻ നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകുന്ന ക്ഷണപത്രങ്ങളുടെ പേരാണ് ചരിത്രം. അതുകൊണ്ട് ചരിത്രം ഇങ്ങനെ നിരന്തരമായി പറയുകയും കേൾക്കുകയും പരസ്പരം ഓർമ്മിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ചും നമുക്കിങ്ങനെ വെളിച്ചം തന്ന മനുഷ്യരുടെ ചരിത്രം. എന്തായിരുന്നു ശരിക്ക് പ്രവാചക ജീവിതത്തിൻ്റെ ഏറ്റവും ഭംഗിയുള്ള കാതലായ ഭാഗം? ശരിക്കും എന്തായിരുന്നു? അതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ശരിക്ക് ഹാപ്പിനെസ് ആയിരുന്നു, സന്തോഷം. പട്ടിണിയിലും സന്തോഷം, പ്രശാന്തമായ ഒരു മനസ്സിൻ്റെ ആനന്ദം. അതായിരുന്നു ആ ജീവിതം. പഠിച്ചവനെ, നീ തന്നതിനും തരാതിരുന്നതിനും നന്ദി എന്ന് പറയുന്ന മനസ്സ്. പഠിച്ചവനെ, നീ എനിക്ക് തന്നതിന് മാത്രമല്ല തരാതിരുന്നതിനും നന്ദി. സങ്കടങ്ങളുടെ മുന്നിൽ ഇങ്ങനെ പുഞ്ചിരിക്കുകയും സുജൂദിൽ കിടന്ന് കരയുകയും ചെയ്യുന്ന ഒരു മഹാജീവിതത്തിൻ്റെ പേരായിരുന്നു അത്. സങ്കടങ്ങളുടെ മുന്നിൽ കരയല്ല, സങ്കടങ്ങളോടൊക്കെ നിർമ്മമനായി പുഞ്ചിരിക്കുകയും എന്നാൽ സുജൂദിൽ വീണ് കരയുകയും ചെയ്യുന്ന ജീവിതമായിരുന്നു ഹാപ്പിനെസ്. നമുക്ക് എവിടെയാണോ അത് നഷ്ടപ്പെട്ടത് അത് നമ്മൾ അവിടെ അന്വേഷിച്ചിട്ട് പോകണം. ഹാപ്പിനെസ്സിനെ കുറിച്ചുള്ള പൊതുവെ മനുഷ്യൻ്റെ ഒരു ധാരണ അത് വരാനുള്ള ഒന്നാണ് എന്നുള്ളതാണ്. അപ്പം നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ ഹാപ്പിയാണോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ എന്താ പറയുക? അയാൾ കുറച്ച് കാര്യങ്ങളിങ്ങനെ പറയും, അതൊക്കെ കഴിഞ്ഞാലേ ഹാപ്പിയാവുള്ളൂ. വീട് കയറ്റണം, വീട് കയറ്റിയാലേ അയാൾ ഹാപ്പിയാവുള്ളൂ. മകളെ കെട്ടിക്കണം, മകളെ കെട്ടിക്കുന്നത് വരെ അയാൾ ഹാപ്പിയല്ല. ജോലി കിട്ടണം, ജോലി കിട്ടുന്നത് വരെ അയാൾക്ക് ഹാപ്പിനെസ് ഇല്ല. ഒരു എൻഡ് പ്രൊഡക്റ്റാണ് ഹാപ്പിനെസ്. നബി കാണിച്ചു തന്നത് ഒരു വേ ഓഫ് ലിവിങ് എന്ന അർത്ഥത്തിലാണ്. ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ആനന്ദിക്കുകയാണ്. ജീവിതം എന്നറിയണത് വരാനിരിക്കുന്ന എന്തോ ഒന്നിൻ്റെ പേരല്ലല്ലോ, ഈ കഴിഞ്ഞു പോകുന്നതിൻ്റെ പേരാണ്. ജീവിതേ വരാനിരിക്കുന്ന എന്തോ ഒന്നിൻ്റെ പേരല്ല, ഇപ്പം ഇങ്ങനെ കഴിഞ്ഞു പോകുന്നതിൻ്റെ പേരാണ് ജീവിതം. പക്ഷെ മനുഷ്യന്മാരത് ആലോചിക്കില്ല. നമ്മൾ കണ്ടുമുട്ടുന്ന അധികം മനുഷ്യന്മാരും ഒന്നുകിൽ ഇന്നലകളിൽ ജീവിക്കുന്ന ആളുകളാണ്, അല്ലേ? ഇന്നലത്തെ കുറ്റബോധമോ കുറ്റഭാരമോ സങ്കടങ്ങളോ ലജ്ജാഭാരമോ വേദനയോ വേർപാടോ ഇതിലൊക്കെ ഇങ്ങനെ മുഴുകുക. വേറെ കുറേ ആളുകൾ നാളെകളിലുമാണ്, നാളെക്കുറിച്ചുള്ള ഭയപ്പാടുകളാണ്. ഇന്ന് ജീവിക്കുന്ന ആരാളുള്ളത്? ചെറിയ കുട്ടികളുണ്ടാവും,
കാരണം കുട്ടികൾ അത്രയും ഹാപ്പി ആവാനുള്ള കാരണം അവർക്ക് ഓർമ്മകളുടെ ഭാരമില്ല എന്നുള്ളതുകൊണ്ടാണ്. അവർക്ക് ഓർമ്മകളുടെ ഭാരമില്ലല്ലോ. പിന്നെ അങ്ങനെ ഹാപ്പി ആവാറുള്ളത് ഭ്രാന്തന്മാരാ. അവർക്ക് ഇന്നലകളെക്കുറിച്ചോ നാളുകളെക്കുറിച്ചോ പ്രത്യേകിച്ച് ചിന്തിക്കേണ്ടതില്ലാത്തത് കൊണ്ട് അവർ ഹാപ്പിയാണ്. പക്ഷെ ഒരു സാധാരണ മനുഷ്യൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ദുഃഖിതനായി കഴിയുന്നത്? പ്രവാചക തിരുമേനിയുടെ ഒരു പ്രാർത്ഥന തന്നെയുണ്ട്. പടച്ചവനെ, എനിക്ക് നീ ഉള്ളിലേക്കിറങ്ങിയ സത്യവിശ്വാസം തരണേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ യുബാശിറു ഖൽബി വ യഖീനൻ സ്വാദിഖ. നല്ല ശക്തമാകണമത്, സത്യമാകണമത്, മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങണമത്. ഈ 3 കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് പിന്നെ പറഞ്ഞത്. എന്തിനാണെന്നറിയോ? അങ്ങനെ ഒരു സത്യവിശ്വാസം എനിക്ക് എന്തിനാണെന്നറിയോ? ഹത്താ അഅലമ അന്നഹു ലൻ യുസീബനി ഇല്ലാ മാ കതബ്തലി. എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് അവിടെ നിന്നുള്ള തീരുമാനമാണ് എന്നെനിക്ക് മനസ്സിലാവണം. അതിനാണ്. എന്തു സംഭവിക്കാവുന്നൊരു ജീവിതമാണ്. പക്ഷെ എന്ത് സംഭവിച്ചാലും അത് നിൻ്റെ തീരുമാനമാണെന്ന് എനിക്ക് മനസ്സിലാവണം. എൻ്റെ മനസ്സ് ശാന്തമാകണം. പിന്നൊരു വാക്ക് കൂടി ഉണ്ട് കേട്ടോ. അതെന്താണെന്നറിയാം? വരിലൻ ബിമാ ഖസ്സം തലി. എൻ്റെ പഠിച്ചോനെ, നീ എനിക്ക് എന്താണ് തന്നത് അതിലെനിക്ക് ഹാപ്പിനെസ് ഉണ്ടാവണം. എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അതുകൊണ്ട്, ആരാണോ നമ്മുടെ കൂടെ ഉള്ളത് അവരോടൊപ്പം, നമ്മൾ എവിടെയാണുള്ളത് അവിടെ വെച്ച് ഹാപ്പി ആവണം. ചെറിയ കാര്യമല്ലത്. ഒരു മനുഷ്യൻ അയാളുടെ മനസ്സ് ശാന്തമാവുക എന്നുള്ളത് ഈ ലോകത്തൊരാൾക്ക് അനുഭവിക്കാവുന്ന ഏറ്റവും മനോഹരമായ സുഖമാണ്. വെളിച്ചം ദുഃഖമാണ് ഉണ്ണി എന്ന് കുഞ്ഞുണ്ണി മാഷ് പാടിയില്ലേ? ദുഃഖം വെളിച്ചമാണ് എന്നാണ് പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചു തന്നത്. വെളിച്ചം ദുഃഖമാണ് എന്നല്ല, ദുഃഖം വെളിച്ചമാണ്. നിറച്ചും ദുഃഖമായിരുന്നു, സന്തോഷം വളരെ കുറവായിരുന്നു. പ്രവാചക തിരുമേനിയെക്കുറിച്ച് ഖുർആനിൻ്റെ ഒരു പ്രയോഗം തന്നെ ഈ ലോകത്തിന് മുഴുവനും അനുഗ്രഹം എന്നാണ്. എല്ലാവർക്കും, മനുഷ്യന്മാർക്ക് മാത്രമൊന്നുമല്ല, എല്ലാ സൃഷ്ടിജാലങ്ങൾക്കും അനുഗ്രഹമാണ്. ലോകത്തിന് മുഴുവനും അനുഗ്രഹമായ റസൂലിന്, പ്രവാചകന് ഈ ലോകത്ത് നിന്ന് അധികം അനുഗ്രഹങ്ങളൊന്നും കിട്ടിയിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അത്? ഈ ലോകത്തിൽ നിന്ന് നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പോലും കിട്ടിയിട്ടില്ല. ഭൗതികമായ അർത്ഥത്തിൽ വിശദീകരിക്കുമ്പോൾ വാപ്പയെ കണ്ടിട്ടില്ലാത്ത കുട്ടിയാണ്, അനാഥയായിരുന്നു. വാപ്പയെ കാണാത്തൊരു കുട്ടിയുടെ മനസ്സിൽ ആ വാപ്പയുടെ ഒരു ചിത്രം ഉണ്ടാവില്ലേ? ബാച്ചിലേഴ്സായിട്ട് ജീവിക്കുന്ന ആളുകൾക്കറിയാം. കുട്ടികളെ കാണാനുള്ള ആഗ്രഹവും ആ കുട്ടിക്ക് വാപ്പനെ കാണാനുള്ള ആഗ്രഹവും. നിങ്ങളുടെ ഫോട്ടോ ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെ തലോടുന്നുണ്ടാവും അവർ. വാപ്പച്ചിയെ കാത്തിരിക്കാൻ വേണ്ടിയിട്ട് ദിവസം എണ്ണുന്നുണ്ടാവും. ചെന്ന് കയറാനൊരു വാപ്പച്ചി ഉണ്ട്. അങ്ങനെ ചെന്ന് കയറാനൊരു വാപ്പച്ചി ഇല്ലാത്ത ഒരു കുട്ടിയെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. ആ കുട്ടിയായിരുന്നു. കൂടെയുള്ള കുട്ടികളുടെയൊക്കെ ഇങ്ങനെ വാപ്പന്മാരെ കാണുമ്പോൾ ആ അനാഥയായ കുഞ്ഞ് എത്ര സങ്കടപ്പെട്ടിട്ടുണ്ടാവും. വെറുതെയാണോ ഈ അനാഥയെക്കുറിച്ചൊക്കെ പ്രവാചകർ ഇത്രയേറെ പറഞ്ഞു തരുന്നത്? എത്രയാ പറഞ്ഞു തന്നിട്ടുള്ളത്? ഒരു സഹാബി വന്നിട്ട്, ഒരു സുഹൃത്ത് വന്നിട്ട് നബിയോട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ മനസ്സ് വല്ലാതെ വരണ്ടു പോകുന്നുണ്ട്, ഒരു പരിഹാരം പറഞ്ഞു തരുമെന്ന്. അപ്പോൾ കൊടുത്ത പരിഹാരമാണ്, എടാ അനാഥയായൊരു കുട്ടിയെ പോയിട്ടൊരു ഉമ്മ കൊടുക്ക്, ഒന്ന് തലോടി നോക്കുക, അപ്പം നിനക്ക് മനസ്സിലാവും. ആ കുട്ടിയുടെ കണ്ണിൽ കാണുന്നൊരു വെളിച്ചമുണ്ട്. ആ സ്നേഹം കിട്ടാത്തവനത് കൊണ്ടുപോയി കൊടുക്കുക എന്നാണ് പറയുന്നത്. മോൻ്റെ തോളിലിങ്ങനെ കോത്ത് പിടിച്ചൊരു വാപ്പയുണ്ട് എൻ്റെ മുന്നിൽ. ആ കുട്ടി അനുഭവിക്കുന്നൊരു സുരക്ഷിതത്വം ഉണ്ടാവും. അത് അനുഭവിച്ചിട്ടില്ലാത്തൊരു കുട്ടിയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അനാഥയുടെ സങ്കടം എന്താണ് എന്ന് പ്രവാചക തിരുമേനി പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചിട്ട് അറിഞ്ഞതല്ല, അനുഭവിച്ചറിഞ്ഞതായിരുന്നു. വിധവയുടെ സങ്കടം എന്താണ് എന്ന് പ്രവാചക തിരുമേനി പുസ്തകങ്ങളിൽ നിന്ന് വായിക്കുകയോ അയൽപ്പക്കത്തിൽ നിന്ന് കണ്ടതോ അല്ല, സ്വന്തം വീട്ടിൽ കണ്ടതാണ്. ഒരു വിധവയുടെ കുട്ടിയായിരുന്നു. 22-ാമത്തെ വയസ്സിൽ
മരിച്ചുപോയ ഉമ്മയാണ് ആമിന ബീവി. ഭർത്താവിൻ്റെ ഖബർ കാണാൻ വേണ്ടിയിട്ട് മോനെയും കൊണ്ട് മദീനയിലേക്ക് യാത്ര ചെയ്തതാണ്. തിരിച്ചു വരുമ്പോൾ മരുഭൂമിയിൽ വെച്ച് 22 വയസ്സുള്ള ആ ഉമ്മ, പെൺകുട്ടിയെന്ന് പറയാം, 22 വയസ്സേ ഉള്ളൂ, മരിച്ചുപോയി. ആ കുഞ്ഞ് സമ്പൂർണമായും അനാഥനായി. പക്ഷെ അവൻ്റെ കരച്ചിൽ കേൾക്കാൻ മരുഭൂമിയിലെ മണലും വടക്കൻ കാറ്റും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് EV അബ്ദു എന്ന വലിയ ഒരു എഴുത്തുകാരൻ്റെ വാക്കുകളുണ്ട്. ശരിയാണ്, വേറെ ആരും ഉണ്ടായിരുന്നില്ല. സമ്പൂർണമായും അനാഥനായി. പക്ഷെ ആ ദുഃഖങ്ങളൊക്കെ വെളിച്ചമാവുകയായിരുന്നു. സൂറത്തുൽ ദുഹ എന്ന അധ്യായത്തിൽ, വെയിൽ എന്ന അധ്യായത്തിൽ ഖുർആൻ അത് പറയുന്നുണ്ട്. അനാഥനായിരുന്നില്ലേ പ്രവാചകരെ നിങ്ങൾ? പക്ഷെ നിങ്ങളെ നാം സനാഥനാക്കിയില്ലേ? അതാണ്. ചെറുപ്പക്കാരനായ അബ്ദുള്ള മരിച്ചിട്ടും വൃദ്ധനായ അബ്ദുൽ മുത്തലിബിനെ ആരാണ് ബാക്കി വെച്ചത്? നമ്മളാണ് പ്രവാചകരെ. എല്ലാ വാതിലുകൾ അടഞ്ഞാലും ഒരു ജനൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ തുറന്നു വെക്കും. അബ്ദുൽ മുത്തലിബ് എന്ന ഒരു ജനല്, ഖദീജ എന്ന മറ്റൊരു ജനല്, അബൂബക്കർ സുദ്ദീഖ് എന്ന ജനല് നമ്മുടെ ജീവിതത്തിലില്ലേ? എത്രയെത്ര ജനലുകളുണ്ട് നമ്മുടെ ജീവിതത്തിലില്ലേ? അബ്ദുൽ മുത്തലിബുമാർ നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വന്നിട്ടില്ലേ? അബൂബക്കർ സുദ്ദീഖുമാർ. നിസ്സഹായതയുടെ നിമിഷങ്ങളിൽ നമ്മുടെ മുന്നിലേക്ക് സഹായങ്ങളുമായി കടന്നു വന്ന മനുഷ്യർ. ആ മനുഷ്യരാണ് നമ്മുടെ ജീവിതത്തിൽ അബൂബക്കർ സുദ്ദീഖുമാർ. സ്നേഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും തലോടലായി കടന്നു വന്ന ഒരു പ്രിയപ്പെട്ടവളില്ലേ നമ്മുടെ ജീവിതത്തിൽ? അവളാണ് നമ്മുടെ ഖദീജ. അതാണ് ആ അധ്യായത്തിൽ പറയുന്നത്. ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ നിസ്സഹായതയുടെ നിമിഷങ്ങളിൽ ഇങ്ങനെ തുറന്നു തന്ന ജനലും വാതിലൊക്കെ ഇല്ലേ? ആ ജനലും വാതിലിനെ കുറിച്ചാണ് പറയുന്നത്. നബിയുടെ ജീവിതത്തിൽ അനാഥത്വം എന്താണ് എന്ന്, സങ്കടങ്ങൾ എന്താണ് എന്ന്, വേദനകൾ എന്താണ് എന്ന്, ദുഃഖം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒക്കെ മനസ്സിലായത് അങ്ങനെയാണ്. സന്തോഷങ്ങൾ നമുക്കൊന്നും തരുന്നില്ല, പക്ഷെ സങ്കടങ്ങൾ അങ്ങനെയല്ല. ദുഃഖങ്ങളാണ് അനുഭവമെന്ന് ദുഃഖിച്ചവർക്കൊക്കെ അറിയാം അല്ലേ? സന്തോഷങ്ങളല്ല അനുഭവമെന്നും ദുഃഖമാണ് ശരിക്കുള്ള അനുഭവമെന്നും ദുഃഖിച്ചവർക്കൊക്കെ അറിയാം. ടാഗോറിൻ്റെ ഒരു കവിതയുണ്ട്, ദൈവമേ എൻ്റെ മനസ്സിൽ എൻ്റെ ജീവിതത്തിൽ സങ്കടങ്ങൾ തരല്ലേ എന്നൊന്നും ഞാൻ നിന്നോട് പറയൂല, പക്ഷേ ഞാൻ നിന്നോട് പറയണത് ഇതാണ്, എൻ്റെ മനസ്സിൽ ഭയം തോന്നരുത്. ആരാ പറയുന്നത്? ടാഗോർ. 1902 വിവാഹം, 1903 കുഞ്ഞിൻ്റെ ജനനം, 1903 തന്നെ കുഞ്ഞിൻ്റെ മരണവും, 1915 അച്ഛൻ്റെ മരണം, 17 പ്രിയപ്പെട്ടവൾ മൃണാളിനി ദേവിയുടെ മരണം, 22 24 25 26 സഹോദരന്മാർ വൻമരങ്ങൾ കടപുഴകി വീഴുന്നത് പോലെ വീണുപോയി. പ്രിയപ്പെട്ടവരെല്ലാം നഷ്ടപ്പെട്ടു ഒറ്റപ്പെട്ടു പോയൊരു മനുഷ്യനായിരുന്നു രവീന്ദ്രനാഥ ടാഗോർ. അദ്ദേഹം ഇങ്ങനെ പറയുമ്പോഴേ അത് വെറുതെ പറയുന്നതല്ല. അദ്ദേഹമാണ് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ സങ്കടങ്ങളൊന്നും തരല്ലേ എന്നല്ല ഞാൻ പറയാം നിന്നോട്, സങ്കടങ്ങളൊക്കെ തന്നോളൂ, അത് നിന്റെ കരുണയാണ് എന്നും നിന്റെ കാവലാണ് എന്നും എനിക്കറിയാം. പക്ഷെ ഞാൻ നിന്നോട് പറയുന്നത് ഇതാണ്, എൻ്റെ മനസ്സിൽ പേടി തോന്നരുത്. ഭയരഹിതമായൊരു മനസ്സ് ആണ് കിട്ടാവുന്നതിൽ ഏറ്റവും മനോഹരമായ സമ്മാനം. ഒരു ചെറിയ സ്കൂളിൽ ഓട്ടമത്സരം നടക്കുകയായിരുന്നു. ചെറിയ സ്കൂളാണ്, ചെറിയ കുട്ടികളൊക്കെ ഉള്ള. ഇവിടെ 10 കുട്ടികളിങ്ങനെ ഓടാൻ വേണ്ടിയിട്ട് വരിയായി നിൽക്കുന്നുണ്ട്. അതിലൊരു കുട്ടി ഇങ്ങനെ വല്ലാതെ പ്രാർത്ഥിക്കുന്നുണ്ട്, കൈകളൊക്കെ ഉയർത്തി കണ്ണൊക്കെ ചിമ്മിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഓട്ടമത്സരം തുടങ്ങി. അവൻ ഏറ്റവും പിന്നിലായിപ്പോയി, തോറ്റുപോയി. അപ്പം അവൻ്റെ ടീച്ചർ ഇങ്ങനെ ഓടി വന്നിട്ട് അവനെ തോളിൽ തലോടിയിട്ട് തോളിലിങ്ങനെ തട്ടി അവനെ ആശ്വസിപ്പിച്ചിട്ട് പറയുന്നുണ്ട്, സാരമില്ല കേട്ടോ മോൻ അത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും തോറ്റുപോയല്ലേ, സാരമില്ല, നമുക്ക് അടുത്ത മത്സരത്തിൽ ജയിക്കാം. അപ്പോൾ അവൻ ടീച്ചറെ ഇങ്ങനെ നോക്കിയിട്ടൊരു വാക്ക് പറഞ്ഞു. അവൻ പറഞ്ഞു, ടീച്ചറെ ഞാൻ ജയിക്കാൻ വേണ്ടിയിട്ടല്ല പ്രാർത്ഥിച്ചത്, പിന്നെയോ തോറ്റാലും കരയാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചത്.
ടീച്ചർ നോക്ക്, ഞാൻ കരയുന്നുണ്ടോ? ടീച്ചർ നോക്കിയപ്പോൾ അവൻ കരയുന്നുണ്ടായിരുന്നില്ല. ടീച്ചർ അവനെ ഇങ്ങനെ അണച്ചു പിടിച്ചിട്ട് പറഞ്ഞു, നീയാണ് ശരിക്കും ജയിച്ചത്. ഈ തോറ്റാലും കരയാത്ത ഒരു ഉൾക്കരുത്തുണ്ടല്ലോ, അത് പഠിച്ചോൻ തരണം. അതാണ് അതൊരു ലഹരിയായി അനുഭവിക്കുന്നൊരവസ്ഥ. പടച്ചവൻ എന്നുള്ളൊരു ലഹരി, പടച്ചവൻ എന്നുള്ള ഒരു യജമാനൻ. ആ യജമാനിലേക്ക് നമ്മളിങ്ങനെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് പ്രവാചക തിരുമേനി ചെയ്തത്. ആ ലഹരിയെ നമുക്കിങ്ങനെ അറിയിച്ചു തരികയാണ് ചെയ്തത്. ആ ലഹരി അറിഞ്ഞാൽ പിന്നെ വേറൊരു ലഹരിയും വേണ്ടി വരില്ല മനുഷ്യനെ. വേറെ കൃത്രിമമായ ലഹരിയൊന്നും വേണ്ടി വരില്ല. പക്ഷേ വലിയ വലിയ മനുഷ്യർ പോലും ആ ലഹരി എന്താണെന്ന് തിരിച്ചറിയാതെ പോയി. മഹാനായ വോൾട്ടയർ വിശ്വവിഖ്യാതനായ എഴുത്തുകാരനാണ്, ഭാവനാസമ്പന്നനായ മനുഷ്യനാണ്. അദ്ദേഹത്തിന് ആ ലഹരി എന്താണെന്ന് അറിയാതെ പോയി. മരണസമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു നഴ്സ് എഴുതിയ അനുഭവമുണ്ട്. ആ നഴ്സ് പറയുന്നുണ്ട്, ഭൂമിയിലുള്ളത് മുഴുവനും തരാമെന്ന് പറഞ്ഞാലും, ഭൂമിയിലുള്ളത് മുഴുവൻ തരാമെന്ന് പറഞ്ഞാലും ദൈവവിശ്വാസിയല്ലാത്തൊരു മനുഷ്യൻ്റെ മരണസമയത്ത് കൂട്ടുനിൽക്കാൻ ഇനി എന്നെ കിട്ടൂല, ആ കാഴ്ച കാണാൻ എനിക്ക് കഴിയില്ല എന്നാണ് പറഞ്ഞത്. അതാണ് പറഞ്ഞത്, ആ കാഴ്ച കാണാൻ എനിക്ക് കഴിയില്ല, ആ പെടച്ചിൽ കാണാൻ എനിക്കിനി സഹിക്കില്ല. ഒറ്റ ലഹരിയെക്കുറിച്ച് തിരിച്ചറിയാതെ പോയതാ. ആ ലഹരിയിലേക്കുള്ള ക്ഷണപത്രവുമായിട്ടാണ് പ്രവാചക തിരുമേനി നമ്മളെ കാണാൻ വന്നത്. അപ്പോൾ ഹാപ്പിനെസ് എന്താണ് എന്ന്, ഒരാളുടെ മനസ്സിൻ്റെ ആനന്ദം എന്താണെന്ന് പറഞ്ഞു തരുന്നു. ബൈബിളിൽ പറയാറുള്ള ഒരു പ്രയോഗമുണ്ടല്ലോ, വചനം മാംസമാവുക എന്ന് പറയും. കേട്ടിട്ടില്ലേ? വചനം മാംസമാവുക. എന്താണ് ഈ വചനം മാംസമാകൽ? ഒരാശയം ജീവിതമാവുക എന്നാണ്. ആശയങ്ങൾ എന്ന് പറയുന്നത് പുസ്തകങ്ങളിലൊക്കെ ഉള്ളതാണ്. പക്ഷെ അതിനെ സാധാരണ മനുഷ്യർ അവരുടെ ജീവിതം കൊണ്ട് സാക്ഷാത്കരിക്കുന്നു. മനുഷ്യന് അക്ഷരങ്ങൾ അല്ലെങ്കിൽ പുസ്തകങ്ങളിൽ കിടക്കുന്ന അക്ഷരങ്ങൾ, ആശയങ്ങൾ, ഒരാളതിന് ജീവൻ കൊടുക്കുന്നു. ഇതാണ് വചനം മാംസമാവുക എന്നറിയുന്നത്. അതുകൊണ്ടാണ് പ്രവാചക തിരുമേനിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവിടുത്തെ പ്രിയങ്കരിയായ പത്നി പറഞ്ഞത് പ്രവാചക തിരുമേനിയുടെ സ്വഭാവം ഖുർആനായിരുന്നു എന്ന് പറയുന്നത്. അതാണ് വചനം മാംസമാവുന്നത്. അതിൻ്റെ ആശയങ്ങൾ, അതിനകത്തുള്ള ആശയങ്ങൾ ഒരാൾ ജീവിതം കൊണ്ടിങ്ങനെ സാക്ഷാത്കരിച്ച് കാണിച്ചു തരുന്നു. അതിലേറ്റവും മനോഹരമായ ആവിഷ്കാരമായിരുന്നു ഈ പറഞ്ഞ സന്തോഷമുള്ള ജീവിതം, ആഹ്ലാദകരമായ ജീവിതം എന്താണ് എന്ന് പറഞ്ഞു തരുമായിരുന്നു. സഫറിങ്ങിനെ സാക്രിഫൈസ് ആക്കുകയായിരുന്നു ചെയ്തത്. അതാണ് അതിൻ്റെ തലം. സഫറിങ് ആണ് എന്ന നിലക്കെന്നത് കണ്ടാൽ അത് സഫറിങ് ആണ്. പക്ഷേ അതിൽ ചെറിയൊരു സാധ്യതയുള്ളത്, അതിനെ വേണമെങ്കിൽ നമുക്ക് സാക്രിഫൈസ് ആക്കാം എന്നുള്ളതാണ്. അതാണ് പ്രവാചക തിരുമേനി കാണിച്ചു തന്നത്. ആർത്തിയില്ലാത്തൊരു ജീവിതം എന്താണെന്ന് പറഞ്ഞു തന്നു. സംതൃപ്തകരമായൊരു ജീവിതം. എന്താണോ കയ്യിലുള്ളത് അതുകൊണ്ട് ജീവിതത്തിൻ്റെ ആനന്ദം എന്താണ് എന്ന് കണ്ടറിഞ്ഞു. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ രസവും കെടുത്തുന്നത് ആർത്തിയാണ്. മനുഷ്യന് നിലവിലുള്ള ജീവിതത്തിൻ്റെ ആനന്ദം എന്താണ് എന്നറിയാതെ പോകുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ, ആർത്തി. ഭഗവത്ഗീതയിൽ ആർത്തിക്ക് പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ട്, ഉപമയുണ്ട്. എന്താണെന്നറിയോ? മഴക്കാലത്തെ പുഴ എന്നാണ് പറയുക. പ്രാവൺ തരങ്കിണി എന്നാണ് അതിൻ്റെ സംസ്കൃതം. മഴക്കാലത്തെ പുഴ കണ്ടില്ലേ നിങ്ങൾ? പ്രളയകാലത്ത് അതിൻ്റെ രണ്ട് സൈഡിലുള്ളതിനെയും എടുത്തുകൊണ്ട് പോകുന്നത് വലിയ വലിയ മരങ്ങളെ, വലിയ വലിയ വീടുകളെ, വലിയ വലിയ ഭിത്തികളെയൊക്കെ എടുത്തുകൊണ്ട് പോവുക ചെയ്യുന്നത്. ഒരാളുടെ ഉള്ളിൽ ആർത്തി ഉണ്ടാകുമ്പോഴേ സംഭവിക്കുന്നത് അതാണ്. അയാളുടെ ഉള്ളിൽ ആർത്തിയുടെ ഒരു പുഴ ഒഴുകുമ്പോൾ നിലവിലുള്ളതിൻ്റെ ആനന്ദം കൂടി എടുത്തു കൊണ്ടുപോയിട്ടാണ് ആ ആർത്തി അയാളുടെ എല്ലാ ആനന്ദങ്ങളെയും അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുക. ആർത്തിയെക്കുറിച്ചുള്ള വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ടാണ് മുഹമ്മദ് അസദ് എന്ന മനുഷ്യന് ഇസ്ലാമിൻ്റെ വെളിച്ചം എന്താണ് എന്ന് അന്വേഷിക്കാൻ നടന്നത്. അദ്ദേഹം പിന്നീട് മുഹമ്മദ് അസദായിട്ട് മാറുകയായിരുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്തു തക്കാസുർ ആദ്യമായി കാണുകയാണ് അദ്ദേഹം ഒരു പത്രത്തിൻ്റെ കോർണറിൽ. മുഴുവനൊന്നുമില്ല, കുറച്ച്. The mutual rivalry for piling up the good things of the world divert you from the more serious things until ye visit the graves. ഇത്രയേ ഉള്ളൂ.
ആർത്തി നിങ്ങളുടെ എല്ലാ രസവും കെടുത്തിയിരിക്കുന്നു. നിലവിലുള്ള ജീവിതത്തിൻ്റെ ആനന്ദം കൂടി നഷ്ടപ്പെടുത്തുന്ന ആർത്തി അവനെ ഇങ്ങനെ വിഴുങ്ങുന്നു എന്നുള്ളതാണ്. ഈ അടുത്തൊരു സംഭവം വായിച്ചു. ഒരാൾ സാധാരണ ഇങ്ങനെ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന ആളാണ്. അപ്പോൾ ഈ ടിക്കറ്റ് വിൽക്കുന്ന ആളോട് പറയും രാവിലെ, ഒരു ടിക്കറ്റ് എടുത്തു വെക്കണം കേട്ടോ, വൈകുന്നേരം ഞാൻ വന്നിട്ട് വാങ്ങിക്കോളാം. കാരണം ഇയാളുടെ കയ്യിൽ രാവിലെ പൈസ ഉണ്ടാവില്ല. അദ്ദേഹം ജോലിക്ക് പോവുകയാണ്. തിരിച്ചു വരുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവുക. ആ ടിക്കറ്റ് വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോകും. ഇതാണ് സാധാരണ രീതി. ഒരു ദിവസം അതേപോലെ പറഞ്ഞു, ടിക്കറ്റ് എടുത്തു വെക്കണം കേട്ടോ, ഞാൻ വൈകുന്നേരം വരാം. ഈ വിൽപ്പനക്കാരൻ ആ ടിക്കറ്റ് എടുത്തു വെച്ചു. പക്ഷെ അദ്ദേഹം അന്ന് വന്നില്ല. പിറ്റേന്ന് പകലും അദ്ദേഹം വന്നില്ല. പിറ്റേന്നും വന്നില്ല. ആ ലോട്ടറിയുടെ റിസൾട്ട് ഉണ്ട് പിറ്റേന്നത്തെ പത്രത്തിൽ. ഈ എടുത്തു വെച്ച ടിക്കറ്റിനാണ് 1-ാം സ്ഥാനം. ആരും അറിഞ്ഞിട്ടില്ല. ഈ ഒരൊറ്റ മനുഷ്യനെ അറിഞ്ഞിട്ടുള്ളൂ അത് ഏത് ടിക്കറ്റാണ്. എടുത്തു വെക്കാൻ പറഞ്ഞ ആൾ പോലും അറിഞ്ഞിട്ടില്ല ഏത് ടിക്കറ്റാണ് ഉള്ളതെന്ന്. നമ്പറൊന്നും അദ്ദേഹം അറിഞ്ഞിട്ടില്ല. പക്ഷെ ഈ മനുഷ്യൻ എന്താ ചെയ്യുന്നതെന്നറിയോ? ഈ ടിക്കറ്റും കൊണ്ട് അയാളുടെ വീട്ടിലേക്ക് പോവുകയാണ്. എന്നിട്ട് അയാൾ കൊടുത്തിട്ട് പറയാണ്, ഞാൻ എടുത്തു വെച്ച ഈ ടിക്കറ്റിനായിരുന്നു 1-ാം സ്ഥാനം, നിങ്ങൾക്കാണ് 1-ാം സ്ഥാനം. ആ ടിക്കറ്റിൻ്റെ പൈസ വേഗം തരൂ, എനിക്ക് വീട്ടിൽ പോകണം. ആ 10 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് അയാൾ സൈക്കിൾ ഓടിച്ചു വന്നത്. നടന്നൊരു സംഭവമാണ് കേട്ടോ. ആ മനുഷ്യനൊക്കെ അനുഭവിക്കുന്ന ഒരു ജീവിതാനന്ദമുണ്ട്. ആ ലോട്ടറി കിട്ടിയ ആളൊരു പക്ഷേ ആ ആനന്ദം പിന്നീട് അനുഭവിച്ചിട്ടുണ്ടാവണമെന്നില്ല. ആർത്തിയില്ലാത്ത ജീവിതമാണത്. ദാരിദ്ര്യത്തിലും കുലീനത കാണിക്കുന്ന മനുഷ്യൻ്റെ മുന്നിലല്ലാതെ ഞാൻ ബഹുമാനം കാണിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആൽബർട്ട് കമ്യൂ എന്ന എഴുത്തുകാരൻ. അദ്ദേഹത്തിൻ്റെ ജീവിതം അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. നൊബേൽ സമ്മാനം കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അതെനിക്ക് കിട്ടേണ്ടതല്ല, ഗ്രീസിലൊരു എഴുത്തുകാരനുണ്ട്, അദ്ദേഹത്തിന് കൊണ്ടുപോയി കൊടുത്തോളൂ. കസാൻസാക്കീസിനെ കുറിച്ച് പറഞ്ഞാണ്. 46-ാമത്തെ വയസ്സിലൊരു കാർ അപകടത്തിൽ മരിക്കുന്നത് വരെ ആർത്തിയില്ലാതെ എങ്ങനെ ജീവിക്കാമെന്ന് അന്വേഷിച്ച് നടന്ന ആളുടെ പേരായിരുന്നു ആൽബർട്ട് കമ്യൂ. ഇങ്ങനെ ചില മനുഷ്യന്മാരുണ്ട്. നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു കൗതുകങ്ങളുടെ പിന്നാലെ ഇങ്ങനെ ഓടിയിട്ട് ഉള്ള സമാധാനം കൂടി കളയുമ്പോഴേ നമ്മളെപ്പോഴും ആലോചിക്കേണ്ടതാണ്, നിലവിലുള്ള ജീവിതത്തെ ആനന്ദിക്കാൻ സന്തോഷിക്കാൻ ഒരാൾ തുടങ്ങുമ്പോൾ അയാൾ എത്ര രസകരമായൊരു ജീവിതത്തിലേക്കാണ് പ്രവേശിക്കുന്നത് എന്ന്. നമ്മൾ പറഞ്ഞല്ലോ, നമ്മളുടെ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയ ദുഃഖം ഉണ്ടാവില്ലേ, അതിനേക്കാൾ വലിയ ദുഃഖം അനുഭവിച്ചിട്ടുണ്ട് പ്രവാചക തിരുമേനി. അതാണ് അപ്പം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയൊരു ദുഃഖം. നിങ്ങൾ ഓർത്ത് നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ അതിനേക്കാൾ വലിയ ദുഃഖം അനുഭവിച്ച ജീവിതത്തിൻ്റെ പേരായിരുന്നു ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ എന്തെങ്കിലും നിങ്ങളെ തള്ളി പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളെ വിശ്വസ്തനായി നിങ്ങളെ കണ്ടിരുന്ന മനുഷ്യരാരെങ്കിലും കള്ളനെന്ന് വിളിച്ച് നിങ്ങളുടെ നേരെ കാർക്കിച്ചു തുപ്പാൻ ഒരുങ്ങിയിട്ടുണ്ടോ? പ്രവാചകരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരാദർശം സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ സ്വന്തം നാട് ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ടോ? നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ടോ? പ്രവാചകരെ പുറത്താക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ട ജീവിതത്തിൽ പ്രണയം എന്താണ്, സ്നേഹം എന്താണ്, ഒരു പെണ്ണിൻ്റെ കരുതലും കരുണയും എന്താണ് എന്നൊക്കെ കാണിച്ചു കൊടുത്ത ഏറ്റവും പ്രിയപ്പെട്ടവളായ സ്വന്തം ഇണ കൈകളിൽ കിടന്നിങ്ങനെ മരിച്ചു പോകുന്നത് കാണേണ്ടി വന്നൊരു ഭർത്താവാണോ നിങ്ങൾ? പ്രവാചകനതായിരുന്നു. വാപ്പയെ കണ്ടിട്ടില്ലാത്തൊരു കുട്ടിയാണോ നിങ്ങൾ? പ്രവാചകനതായിരുന്നു. കൺമുന്നിൽ വെച്ച് ഉമ്മ ഇങ്ങനെ പെടഞ്ഞു വീണ് മരിക്കുന്നത് കാണേണ്ടി വന്ന ശൈശവപ്രായക്കാരനാണോ, ശിശുവാണോ നിങ്ങൾ? പ്രവാചകനതായിരുന്നു. കൗമാരം എന്ന് പറയാനായിട്ടില്ല, ശൈശവം തന്നെയാണ്. ആറ്റുനോറ്റ് കിട്ടിയ തണലായിരുന്ന ഒരു പിതാമഹൻ നഷ്ടപ്പെട്ടു പോകുന്നത് കാണേണ്ടി വന്ന പേരക്കുട്ടിയാണോ നിങ്ങൾ? പ്രവാചകനതായിരുന്നു. കാത്തിരുന്ന് കിട്ടിയ ആൺകുഞ്ഞ് സ്വന്തം കൈകളിൽ കിടന്നിങ്ങനെ പിടഞ്ഞ് മരിച്ചു പോകുന്നത് കാണേണ്ടി വന്ന ഒരു പിതാവാണോ നിങ്ങൾ? എന്ന പ്രവാചകനതായിരുന്നു. ഇതാണ് ദുഃഖങ്ങൾ. ഒരു മനുഷ്യന്, സാധാരണ മനുഷ്യരായ നമ്മൾ അനുഭവിച്ച ഏറ്റവും വലിയൊരു ദുഃഖത്തെക്കുറിച്ച് നമ്മൾ ഓർത്തെടുത്താൽ അതിനേക്കാളും വലിയ ദുഃഖം അനുഭവിച്ച ജീവിതമായിരുന്നു. ഈ ദുഃഖം എന്താണ് എന്ന് മനസ്സിലായ ആളുകൾക്ക്
മറ്റുള്ളവരുടെ ദുഃഖം മനസ്സിലാവുള്ളൂ. അങ്ങനെയുണ്ട്. അപ്പം നമ്മൾ ഒരാളോട് നമ്മുടെ ഒരു ദുഃഖം പറയുമ്പോഴേ അയാൾക്കത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അതിന് സമാനമായ അനുഭവങ്ങളിലൂടെ അയാൾ കടന്നു പോകണം. ഇല്ലെങ്കിൽ അയാൾക്ക് വെറും ഒരു കഥ മാത്രമേ ഇരിക്കും. അത് ഉമ്മ മരിച്ചതിൻ്റെ ദുഃഖം പല ആളുകളും എഴുതുകയും പറയുകയൊക്കെ ചെയ്തത് ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ ആ ദുഃഖം എന്താണ് എന്ന് മനസ്സിലായത് 2013 ഓഗസ്റ്റ് മാസം 28 അപ്പോൾ മനസ്സിലായി ഉമ്മ പോവുക എന്ന് പറഞ്ഞാൽ എന്താണ്. ബാപ്പ മരിച്ചതിൻ്റെ ദുഃഖം പല ആളുകളും എഴുതിയതും പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. പക്ഷെ ആ ദുഃഖം എന്താണ് ആ ശൂന്യത എന്ന് എൻ്റെ ജീവിതത്തിൽ മനസ്സിലായത് 2015 ജൂൺ 12 നിങ്ങളുടെയൊക്കെ ജീവിതത്തിലില്ലേ ഇങ്ങനെ കുറച്ച് തീയതികൾ അല്ലേ? നമുക്ക് നമ്മളെ മനസ്സിലായ തീയതികളായിരുന്നു അതായിരുന്നു. അപ്പം ഈ ദുഃഖത്തിൻ്റെ കാര്യം അതാണ്. ഒരാൾക്ക് മറ്റൊരാളുടെ ദുഃഖം മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അതിന് സമാനമായ അനുഭവങ്ങളിലൂടെ അയാൾ കടന്നു പോകണം. നിങ്ങൾക്കത് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് പ്രവാചക തിരുമേനിക്ക് എല്ലാ മനുഷ്യന്മാരെയും സ്നേഹിക്കാൻ പറ്റുന്നത്, ശത്രുവിനോട് പോലും പുഞ്ചിരിക്കാൻ പറ്റുന്നത്, മനുഷ്യനെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നത്, ഉപജാപ സംഘങ്ങളില്ലാതെ നടക്കാൻ കഴിയുന്നത്. ഒരു മനുഷ്യനെക്കുറിച്ചും എന്നോടും മുൻകൂട്ടി പറയരുത് എന്നാണ് പ്രവാചകർ പറയുക. ഒരാളെ കാണാനൊക്കെ പോകുമ്പോഴേ അദ്ദേഹത്തെക്കുറിച്ചൊരു മുൻധാരണ എനിക്ക് തരരുത് എന്ന്. എനിക്ക് അങ്ങനെ ആളുകളെ കാണുന്നത് ഇഷ്ടമല്ല. തുറന്ന മനസ്സോടുകൂടി മുൻവിധികളില്ലാതെ മനുഷ്യരെ കാണുന്നതാണ് എനിക്കിഷ്ടം എന്ന് പറയുമായിരുന്നു പ്രവാചക തിരുമേനി. മുൻവിധികളില്ലാതെ മനുഷ്യനെ സ്നേഹിച്ച്, ഉപാധികളില്ലാതെ മനുഷ്യനെ ചേർത്ത് പിടിച്ച്, മനുഷ്യനോട് ശത്രുത പുലർത്താതെ സമാധാനം മാത്രം പിന്നെയും പിന്നെയും പറഞ്ഞ്, സ്നേഹത്തെക്കുറിച്ച് പിന്നെയും പിന്നെയും പറഞ്ഞ് 63 വർഷം കൊണ്ട് തീർന്നു പോയൊരു മാമ്പഴക്കാലത്തിൻ്റെ പേരായിരുന്നു പ്രവാചക തിരുമേനി. പെട്ടെന്ന് തീർന്നു പോയൊരു മാമ്പഴക്കാലമാണ്. വാർദ്ധക്യം എന്നൊന്നും പറയാൻ പോലും ആയിട്ടില്ല, 63 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ദുഃഖങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോവുകയും ജീവിതത്തിൽ ദുഃഖമനുഭവിച്ച സകല മനുഷ്യനെയും നേരെ നമ്മളിങ്ങനെ തിരിച്ചു നിർത്തുകയുമാണ് ചെയ്തത്. മനുഷ്യരെയൊക്കെ ഇങ്ങനെ സഹോദരന്മാരായി കാണുകയാണ്. ഖുർആനിൻ്റെ ഒരു ആന്തരിക തത്വമാണ് എല്ലാവരും ഒരു വാപ്പൻ്റെയും ഉമ്മൻ്റെയും കുട്ടികളാണ് എന്നുള്ളത്. അതിങ്ങനെ ജീവിതം കൊണ്ട് പ്രകാശിപ്പിക്കുകയായിരുന്നു ആ വലിയ ജീവിതം. എല്ലാവരും വാപ്പൻ്റെയും ഉമ്മൻ്റെയും മക്കളാണ്. ആദർശങ്ങളിലും നിലപാടുകളിലും ഒക്കെ വ്യത്യാസങ്ങളുണ്ടാവും. അതിനൊക്കെ അതിൻ്റേതായ കാരണങ്ങളും സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ രണ്ടാം സ്ഥാനത്താണ്. നിങ്ങൾ ആദ്യം മനുഷ്യനെ സ്നേഹിക്കൂ. അതാണ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ. മാതാ പാർവതീ ദേവി പിതാദേവോ മഹേശ്വര ബാന്ധവ മാനവാ സർവേയും സ്വദേശവും ഭുവനത്രയും എന്ന് പറഞ്ഞില്ലേ? ശിവപാർവതി ദമ്പതികളുടെ മക്കള്, ഒരേ അച്ഛൻ്റെയും അമ്മൻ്റെയും മക്കള്. എൻ്റെ വയറ്റത്തൊരു പൊക്കിളുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എനിക്കൊരു ഉമ്മയുണ്ട് എന്നാണ്. എൻ്റെ ഉമ്മാൻ്റെ വയറ്റത്തൊരു പൊക്കിളുണ്ടെന്ന് പറഞ്ഞാൽ ഉമ്മാക്ക് വേറൊരു ഉമ്മ ഉണ്ട് എന്നാണ്. ഉമ്മുമ്മാൻ്റെ വയറ്റത്തൊരു പൊക്കിളുണ്ടാവും, അതിൻ്റെ അർത്ഥം ഉമ്മുമ്മാക്ക് വേറൊരു ഉമ്മ ഉണ്ട് എന്നാണ്. ഒരു ശസ്ത്രക്രിയ കൊണ്ടും മായ്ക്കാൻ കഴിയാത്ത അടയാളമാണത്. ഒരു ഇല ഇങ്ങനെ വീണ് കിടക്കുന്നത് കാണുമ്പോൾ കണ്ടിട്ടില്ലേ, അതിൻ്റെ കൂടെ ഒരു തണ്ടുണ്ടാവും. ഇല മാത്രമല്ല ഉണ്ടാവുക, ഒരു തണ്ട് കൂടി ഉണ്ടാവും. അതെന്തിനാ? ഇത്രയും കാലം അത് മറ്റൊന്നിനെ ആശ്രയിച്ചിരിക്കുകയായിരുന്നു എന്നാണ്. ആകാശത്തുനിന്ന് വന്നതല്ല, മരത്തുനിന്ന് വന്നതാണ്. അതാണ് ആ തണ്ട്. ആ തണ്ടാണ് ഈ പൊക്കിള്. അമ്മ എന്ന സനാതനമായ ഒരു ഓർമ്മയിലേക്ക് നമ്മെ നിരന്തരമായി കൂട്ടിക്കൊണ്ടുപോകുന്ന അടയാളാണത്. അമ്മ 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 എന്ന ഒരു വികാര വിസ്മയത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന അടയാളാണത്. അപ്പം എനിക്കൊരു പൊക്കിലുണ്ടെന്നല്ല, അവസാനം ചെന്നെത്തുന്ന ഒരു ഉമ്മയിലാണല്ലോ അല്ലേ? അവസാനം ഒരു ഉമ്മയുടെ വയറ്റത്തല്ലേ ഇത് എത്തുക? അതേ ഉമ്മയിലാണ് എൻ്റെ സുഹൃത്തായ സുരേഷിൻ്റെയും കൃഷ്ണേട്ടൻ്റെയും ജോസഫേട്ടൻ്റെയും ഒക്കെ പൊക്കിളും ചെന്ന് അവസാനിക്കുന്നത്. വേറൊമ്മല്ല. അതാണ് മിൻ ദക്കരിൻ വ ഉൻസ. ഒരേ അച്ഛനിൽ നിന്ന്, ഒരേ അമ്മയിൽ നിന്ന്, ഒരേ വാപ്പയിൽ നിന്ന്, ഒരേ ഉമ്മയിൽ നിന്നാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒരു ജൂതനായ ആളുടെ മയ്യത്ത് കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ പ്രവാചക തിരുമേനി ഇങ്ങനെ എഴുന്നേറ്റ് നിന്നത്. അപ്പോൾ ആരോ ചോദിക്കുന്നുണ്ട്, അതൊരു ജൂതനല്ലേ പ്രവാചകരെ? സ്നേഹത്തിൻ്റെ ആ മഹാഗായകൻ്റെ മറുപടിയാണ്, മനുഷ്യനല്ലേ.
മനുഷ്യനല്ലേ എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ ഉടപ്പിറപ്പല്ലേ എന്ന്. അതാണ് മിൻ ദക്കരിൻ വ ഉൻസയാണ്. എൻ്റെ ഉടപ്പിറപ്പാണ്, നമ്മുടെ ഉടപ്പിറപ്പാണ്. എഴുന്നേറ്റ് നിൽക്കൂ, ആദരിക്കൂ. അതൊരു ജൂതനല്ലേ എന്ന് പറയുന്ന ആളുടെ പക്ഷത്തല്ല, അതൊരു മനുഷ്യനാണ് എന്ന് പറയുന്ന ആളുടെ പക്ഷത്താണ് നമ്മൾ നിൽക്കേണ്ടത്. ആധുനിക ലോകം കാത്തിരിക്കുന്നത് ആ വിമോചന നായകൻ്റെ ശബ്ദത്തിന് വേണ്ടിയിട്ടാണ്. അതൊരു മനുഷ്യനല്ലേ എന്ന് ചോദിക്കുന്ന ആളുടെ ശബ്ദത്തിന് വേണ്ടിയിട്ട്. അതൊരു മനുഷ്യനല്ലേ എന്ന്. ഒരു വലിയ ഗുരു ഉണ്ടായിരുന്നു. അദ്ദേഹം എല്ലാ ദിവസവും ക്ലാസ് കഴിഞ്ഞാൽ ഒരു ചോദ്യം ചോദിക്കും. ഒരു ദിവസം ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു: രാത്രി അവസാനിച്ചു എന്നും പകല് തുടങ്ങി എന്നും നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാകാറുള്ളത്? ചെറിയൊരു ചോദ്യമാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞു, സാറേ ഞങ്ങൾ പുറത്തേക്ക് നോക്കുമ്പോഴേ ഒരു മരമാണോ അതല്ല മനുഷ്യനാണോ എന്നൊക്കെ മനസ്സിലാവും. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി നേരം വെളുത്തു. ഗുരു പറഞ്ഞു ഉത്തരം തെറ്റാണ്. വേറൊരാൾ പറഞ്ഞു, മാഷേ ഞങ്ങൾ പുറത്തേക്ക് നോക്കുമ്പോഴേ കാണുന്ന മരം ഉണ്ടല്ലോ അത് തെങ്ങാണോ കമുങ്ങാണോ എന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി നേരം വെളുത്തു, പകൽ ആരംഭിച്ചു. അപ്പോഴും ഗുരു പറഞ്ഞു ഉത്തരം തെറ്റാണടാ. പിന്നെന്താണ് ശരിയുത്തരം? എന്താണ് ശരിയുത്തരം എന്നുള്ള ചോദ്യത്തിന് ഗുരു ഇങ്ങനെ മെല്ലെ പറഞ്ഞു കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു: അതെന്താണെന്നറിയോ, നിന്റെ മുന്നിലൊരു മനുഷ്യനിങ്ങനെ നിൽക്കുമ്പോഴേ അത് നിന്റെ സഹോദരനാണ് എന്നും, നിന്റെ മുന്നിലൊരു പെണ്ണ് നിൽക്കുമ്പോൾ അത് നിന്റെ പെങ്ങളാണ് എന്നും നിനക്ക് എപ്പോഴാണോ മനസ്സിലാകുന്നത്, എടോ അതിൻ്റെ പേരാണ് പകൽ. നിനക്കത് മനസ്സിലാകുന്നില്ലെങ്കിലേ മുകളിൽ സൂര്യനുണ്ടായിട്ടൊന്നും കാര്യമില്ല, നീ ഇരുട്ടത്താണ്, നീ ഇരുട്ടത്താണ്. കാരണം രമണ മഹർഷിയോട് ആര് ചോദിക്കുന്നുണ്ട്, അന്യരായ ആളുകളോട് ഞങ്ങൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്? മഹർഷിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: ദർ ആർ നോ അതേഴ്സ്. ഇല്ലടോ, അന്യരൊന്നുമില്ല, അനിയന്മാരും അനിയത്തികളേ ഉള്ളൂ. അന്യർ എന്നുള്ള വാക്കിനെ ഒന്ന് വലിച്ചു നീട്ടിയല്ലേ, അത് അനിയനും അനിയത്തി എന്നൊക്കെ വായിക്കുക. അന്യനെ ഇങ്ങനെ അനിയനായി ചേർത്ത് പിടിക്കുന്നവരെയാണ് കാലം ആഗ്രഹിക്കുന്നത്. ശത്രുതയുടെ മതിലുകളെയല്ല, സൗഹൃദത്തിൻ്റെ പാലങ്ങളെയാണ് ലോകം അത്രയേറെ കൊതിയോടെ കാത്തിരിക്കുന്നത്. നാരായണഗുരു എപ്പോഴും പറയൂലേ, സോദരത്വേന വാഴുക എന്ന് പറയില്ല, അതാണത്. വലിയ മനുഷ്യന്മാർക്കൊക്കെ അങ്ങനെയാണ് പറയാനുള്ളത്. അവർ നമ്മളെ തെറ്റിക്കുന്നവരായിരുന്നില്ല, നമ്മളിങ്ങനെ കൂട്ടി യോജിപ്പിക്കുന്നവരായിരുന്നു. ചെറിയ മനുഷ്യന്മാരാണ് നമ്മൾ തെറ്റിച്ചത്. ചെറിയ ചെറിയ മനുഷ്യരുടെ കുസൃതികളുടെ പേരിലും അവരുടെ കുതന്ത്രങ്ങളുടെ പേരിലുമാണ് നമ്മൾ തെറ്റിയത്. വലിയ മനുഷ്യന്മാരൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. വലിയ മനുഷ്യന്മാർക്ക് അതിരുകളൊന്നും ഉണ്ടായിരുന്നില്ല. അവർ സാർവലൗകികതയെക്കുറിച്ചാണ് ആലോചിച്ചത്. മദർ തെരേസയെക്കുറിച്ച് ആലോചിച്ച് നോക്കും നിങ്ങൾ. അവർ അൽബേനിയയിൽ ജനിച്ച സ്ത്രീയാണ്. എന്നിട്ട് ജീവിക്കുന്നത് എവിടെയാണ്? കൽക്കത്തയിലെ തെരുവിലെ പാവങ്ങളും കുഷ്ഠരോഗികളുമായ മനുഷ്യരുടെ കൂടെയാണ്. സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് അവരുടെ. അതിൽ ചോദിക്കുന്നുണ്ട്, മദർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മദർ അതിന് കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ്: ഒന്നുമില്ല മോനെ, കുറച്ച് മനുഷ്യന്മാരുണ്ട്, അവരെന്തായാലും പെട്ടെന്ന് മരിക്കും, അസുഖമൊക്കെ ഉള്ള ആളുകളാണ്. മരിക്കുന്നതിന് മുമ്പ് അവരെ ഒന്ന് പുഞ്ചിരിക്കാൻ സഹായിക്കുക മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അൽബേനിയ വേറൊരു ദേശമാണ്, വേറൊരു ദേശീയത ഉള്ള നാടാണ്. ആ ദേശീയതയിൽ ഉള്ള നാട്ടിലുള്ള ആളാണ്. അതും യുക്തിവാദം അടിസ്ഥാന ദർശനങ്ങളിൽ ഒന്നായി അംഗീകരിച്ച രാജ്യമാണ് അൽബേനിയ. അവിടുന്ന് രണ്ടാളുകളാണ് പുറം ലോകത്ത് അറിയപ്പെട്ടത്. ഒന്ന് ഇസ്മയിൽ ഖാലിദ് എന്ന് പറഞ്ഞിട്ടുള്ള നോവലിസ്റ്റാണ്, മറ്റൊരാളുണ്ടെങ്കിൽ അത് മദറാണ്. ആ മദർ അവിടെ അല്ല, കൽക്കത്തയിലാണ്. വലിയ വലിയ മനുഷ്യന്മാർക്ക് ഇങ്ങനെ ദേശീയതയുടെ വഴക്കങ്ങളൊന്നുമില്ല. ONVയുടെ ഒരു കവിതയിൽ കുട്ടി അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അച്ഛ ആരാണ് ഭൂപടത്തിൽ ഇങ്ങനെ കുത്തി വരച്ചത്? ഭൂപടം നിറയെ കുത്തിവരകളാണല്ലോ, ഭൂപടം നിറയെ കുത്തിവരകളല്ലേ, ആരാണ് അച്ഛ ഇങ്ങനെ കുത്തി വരച്ചത്? അപ്പൊ കുട്ടിയോട് അച്ഛൻ പറയുന്നുണ്ട്, തീർച്ചയായും മോനെ അത് ദൈവമല്ല എന്ന്. നമ്മളുണ്ടാക്കിയതാണത്. എന്നിട്ട് അതിൻ്റെ പേരിൽ തന്നെ നമ്മൾ വഴക്കിടുകയും ചെയ്യുന്നു എന്നതാണ് പ്രശ്നം. എന്തിൻ്റെ എല്ലാം പേരിലാണ് മനുഷ്യന്മാർ വഴക്കിടുന്നത്. അതുകൊണ്ടാണ് പാതിരാവിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിസ്കരിച്ചതിന് ശേഷം പ്രവാചക തിരുമേനി പറയുന്നൊരു വാക്കുണ്ട്, ഒറ്റയ്ക്ക് പറയുന്നതാ. എന്താണെന്നറിയോ? മനുഷ്യന്മാർ മുഴുവനും അനിയന്മാരും അനിയത്തികളുമാണ് എന്നതിന് ഞാനിതാ സാക്ഷിയാകുന്നു.
മനുഷ്യന്മാർ മുഴുവനും അനിയന്മാരും അനിയത്തികളുമാണ് എന്നതിന് ഞാനിതാ സാക്ഷിയാകുന്നു. അന്നന്നാസ കുല്ലുഹും ഇഖ്വ, ഞാൻ സാക്ഷിയാണ്. എല്ലാവരും സഹോദരന്മാരും സഹോദരികളുമാണ് എന്നതിന് ഞാൻ സാക്ഷിയാണ്. സ്വാമി വിവേകാനന്ദൻ 1893 ചിക്കാഗോയിൽ സർവമത സമ്മേളനത്തിൽ പോയിട്ട് കൊളംബസ് ഹാളിലെ 4000 കണക്കിന് ആളുകളുള്ള വേദിയിൽ വെച്ചിട്ട് അതുവരെ പ്രസംഗിച്ച മുഴുവൻ ആളുകളും അവിടെ ആളുകളെ അഭിസംബോധന ചെയ്തത് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്നാണ്. പക്ഷേ ഇന്ത്യയിൽ നിന്ന് വന്ന സുമുഖനായ ആ ചെറുപ്പക്കാരൻ സ്വാമി, ആ കാഷായ വസ്ത്രധാരിയായ സന്യാസി, 30 വയസ്സേ ഉള്ളൂ കേട്ടോ, വെറും 30 വയസ്സ്. 39 വയസ്സായപ്പോഴേക്ക് മരിച്ചുപോയ ആളാണ്. 30 വയസ്സ് മാത്രമുള്ള സുമുഖനായ ചെറുപ്പക്കാരൻ കൊളംബസ് ഹാളിലെ 4000 മനുഷ്യരുടെ നേരെ ഇങ്ങനെ തിരിഞ്ഞിട്ട് പറഞ്ഞു, ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക. എഴുന്നേറ്റ് നിന്നിട്ട് 5 മിനിറ്റോളം നീണ്ട കയ്യടിയായിരുന്നു. ആരാ പറയുന്നത്? 1.5 നൂറ്റാണ്ടോളം കാലമായി പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ കാൽ കീഴിൽ ഞെരിഞ്ഞമർന്നുപോയ ഒരു രാജ്യത്തിൻ്റെ പ്രതിനിധി ശത്രുവായി കാണേണ്ട മനുഷ്യരുടെ നേരെ ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ടാണ് പറഞ്ഞത്, ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക. ശത്രുതല്ല. ആ പ്രസംഗം തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്, എൻ്റെ മനസ്സിൽ വിവരിക്കാനാവാത്ത സന്തോഷമുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എക്സ്ക്ലൂഷൻ എന്ന നിങ്ങളുടെ ഇംഗ്ലീഷ് പദത്തിന് അനുയോജ്യമായ ഒരു മലയാള അതിന് അനുയോജ്യമായ ഒരു വിവർത്തനം ഇല്ലാത്ത ഭാഷയായ സംസ്കൃതം ആണ് എൻ്റെ മാതൃഭാഷ, അതിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്ന്. എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ പുറത്താക്കിൽ നിന്നാണ്. ഞങ്ങൾക്ക് പുറത്താക്കുന്ന രീതിയില്ല. ഇത് പറഞ്ഞ ആളാണ് സ്വാമിജി. എക്സ്ക്ലൂഷൻ എന്ന ഇംഗ്ലീഷ് പദത്തിന് അനുയോജ്യമായൊരു സംസ്കൃത വാക്കില്ല, ആ സംസ്കൃതമാണ് എൻ്റെ മാതൃഭാഷ. ഞങ്ങളാരെയും പുറത്താക്കാറില്ല. അതാണ് സോദരത്വേന വാഴുക. സായിപ്പന്മാരെ സഹോദരന്മാരെ എന്ന് വിളിച്ച അതേ സ്വാമി വിവേകാനന്ദനാണ് തൃശ്ശൂരിൽ വെച്ച് കേരളത്തെ നോക്കിയിട്ട് പറഞ്ഞത് ഭ്രാന്താലയം ആണല്ലോ. മലബാറിലുള്ള മുഴുവൻ വീടുകളും ഭ്രാന്താലയമാണ് എന്നാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്. മലബാർ എന്ന് ഉദ്ദേശിച്ചത് ഒരു പ്രദേശത്തെക്കുറിച്ചല്ല കേട്ടോ, കേരളത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഒറ്റ കാരണമേ ഉള്ളൂ, ജാതി, ഉച്ചനീചത്വങ്ങൾ. മനുഷ്യനൊരു കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളതിൻ്റെ പേരിലൊക്കെ മനുഷ്യന്മാരെ ഇങ്ങനെ ക്രൂരമായി മനുഷ്യനോട് പെരുമാറുന്നത് കണ്ടിട്ട് പറഞ്ഞതാണ്, ഇതെന്ത് ഭ്രാന്താലയമാണ്. സായിപ്പിനെ സഹോദരന്മാരെ എന്ന് വിളിച്ച മനുഷ്യന് കേരളത്തിലെത്തിയപ്പോൾ ഭ്രാന്തന്മാരെ എന്ന് വിളിക്കേണ്ടി വന്നു. അവിടെ നിന്നാണ് നമ്മളിങ്ങനെ അങ്ങോട്ട് എത്തിയത് കേട്ടോ, ആണല്ലോ. പിന്നെയും അതിലേക്ക് തിരിച്ചു പോകുന്ന കാഴ്ചകൾ ഒട്ടും ശുഭകരമായ കാഴ്ചയല്ല. പറഞ്ഞു വന്നത് ഇതാണ്, സഹോദരൻ, ഉടപ്പിറപ്പ്. മനുഷ്യന്മാർക്ക് അവരവരുടേതായ ചിന്താഗതികളും കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ മനുഷ്യന്മാരുടെ കാര്യമാണ്. പക്ഷെ മനുഷ്യനെ സ്നേഹിക്കുന്നതിന് നമുക്ക് ഒറ്റ കാരണമേ ഉള്ളൂ, ഒരു മനുഷ്യരാണ്. നമ്മൾ 2 ആളുകൾ ഇങ്ങനെ ഹോട്ടലിലേക്ക് ചെന്നിട്ട് ഒരാൾ പറയുകയാണ് 2 ചായ. അപ്പോൾ മറ്റേ ആൾ പറയില്ല, ഞാൻ ചായ കുടിക്കൂല കേട്ടോ, ഞാൻ കാപ്പിയാണ് കുടിക്കുക. ആണോ? എന്നാൽ 1 ചായ 1 കാപ്പി. ഒരാൾ ചായയും കുടിക്കും, മറ്റേ ആൾ കാപ്പിയും കുടിക്കും. യാതൊരു പ്രശ്നമില്ല. കാരണം നമുക്കറിയാം ചില ആളുകൾക്ക് ചായയാണ് ഇഷ്ടം, ചില ആളുകൾക്ക് കാപ്പിയാണ് ഇഷ്ടം. നമുക്ക് യാതൊരു പ്രശ്നമില്ലല്ലോ. തമാശയൊക്കെ പറഞ്ഞ്, വർത്തമാനം പറഞ്ഞ്, കാലാവസ്ഥ പറഞ്ഞ് കുറേ നേരം തമാശയും ചിരിയൊക്കെ ആയിട്ട് ആ ഹോട്ടലിൽ നിന്ന് 2 ആളുകളും പിരിയും. പിരിഞ്ഞിട്ട് എങ്ങോട്ടാണ് പോവുക? 2 ആളും 2 ഓഫീസിലേക്കാണ് പോവുക. മതമാകട്ടെ രാഷ്ട്രീയമാകട്ടെ, 2 ആളും 2 ഓഫീസിലേക്ക് പോകും. ഈ 2 ഓഫീസിലെത്തിയ പിന്നെ ആരായി? ഇവർ 2 ആളും ശത്രുക്കളായി, ആണല്ലോ. ഹോട്ടലിൽ ഇവർ സുഹൃത്തുക്കളും, പാർട്ടി ഓഫീസുകളിലോ അല്ലെങ്കിൽ അവരുടെ മതങ്ങളുടെ സംഘടനകളുടെ ഓഫീസിലോ എത്തിക്കഴിഞ്ഞാൽ അവർ ശത്രുക്കളായി. അങ്ങനെയാണെങ്കിൽ നമുക്കിനി ആവശ്യം എന്താണെന്നറിയോ നിങ്ങൾ? ഹോട്ടലുകളാണ്. മനുഷ്യനെ ഇങ്ങനെ ഒന്നിപ്പിച്ചിരുത്തുന്ന ഇടങ്ങളാണ് ആവശ്യം. മനുഷ്യരെ ഒരുമിച്ചിരുന്ന് കൈയടിക്കുന്ന ഫുട്ബോൾ സ്റ്റേഡിയങ്ങളാണ് ആവശ്യം. മനുഷ്യർക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കുന്ന, മതിലുണ്ടാക്കുന്ന ഒന്നിനും നമ്മൾ കൂട്ടുകൂടാൻ പാടില്ല. അതാണ് മതത്തിൻ്റെ ഒരു ആന്തരിക തത്വം. അതാണ് ഖുർആൻ അങ്ങനെ തന്നെ പറയുന്നുണ്ട്, ശത്രുത ഉണ്ടാക്കുന്നവരുടെ കൂടെ നിങ്ങൾ കൂടാൻ പാടില്ല എന്ന്. അപ്പം നമ്മൾ നിലനിൽക്കുന്ന ഒരു സംഘടനയും സംഘമൊക്കെ ഉണ്ടാവുമല്ലോ, അതിലേതെങ്കിലും അർത്ഥത്തിൽ ഏതെങ്കിലും മനുഷ്യനോട് ശത്രുത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ
ആ നിമിഷം അതിൽ നിന്ന് പടിയിറങ്ങുക എന്നുള്ളത് നമ്മുടെ മതപരവും മനുഷ്യത്വപരവുമായ ഉത്തരവാദിത്തമാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. ചെറിയ കാര്യമാണത്. ഏതെങ്കിലും ഒരു മനുഷ്യനോട് ശത്രുത ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഒന്നിൻ്റെയും കൂടെ ഒരാൾ കൂടാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് മനുഷ്യനെ ഇങ്ങനെ വിസ്തൃതമായി കാണാൻ കഴിയുന്ന ഒരാന്തരിക ചൈതന്യത്തിലേക്കാണ് വലിയ മനുഷ്യനെ നമ്മൾ ക്ഷണിച്ചിട്ടുള്ളത്. നമ്മുടെ രാജ്യം ഇന്നിങ്ങനെ വിശ്വാസത്തിൻ്റെയൊക്കെ പേരിലാണ് ഇങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആന്തരിക വികാസമില്ലാതെ പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ടാഗോർ ഒരു സർവകലാശാല ഇന്ത്യയിൽ സ്ഥാപിക്കുമ്പോൾ ആ സർവകലാശാലയ്ക്ക് നൽകിയ പേരെന്തായിരുന്നു എന്നറിയാം? വിശ്വഭാരതി സർവകലാശാല എന്നായിരുന്നു. ആ പേരിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. വിശ്വഭാരതി, ഒന്ന് വിശ്വമാണ്, ഒന്ന് ഭാരതമാണ്. ഭാരതം എന്ന് പറഞ്ഞ ചെറിയ ഒരു ഭൂപ്രദേശത്തെ വിശ്വത്തോളം വലുതായി കാണാണ്. ഇന്നെന്താ സംഭവിക്കുന്നത്? ഭാരതം എന്ന ഒരു വലിയ രാജ്യത്തെ അവനവൻ്റെ വിശ്വാസത്തോളം ചെറുതായി കാണുന്ന കാഴ്ചയാണ് ഇന്ന് കാണുന്നത്. ടാഗോറിൻ്റെ കവിതകളിലൊക്കെ കാണുന്നത് ഏകനീടം എന്ന് പറഞ്ഞൊരു വാക്കാണ്. യജുർവേദത്തിലെ ഒരു ശ്ലോകമാണത്. ഒരു ശ്ലോകത്തിൻ്റെ ചെറിയ ഭാഗമാണ് ഏകനീടം. ഏകനീടം എന്ന് പറഞ്ഞാൽ ഒരു കിളിക്കൂട്. ലോകം ഒരു കിളിക്കൂടായിട്ടാണ് അവർ സങ്കല്പിച്ചിരുന്നത്. വിവേകാനന്ദ സ്വാമികൾ ഉപയോഗിക്കാറുള്ളത് യൂണിവേഴ്സൽ എന്നുള്ള പദമാണ്. യൂണിവേഴ്സൽ. മനുഷ്യർക്കിടയിൽ അതിർത്തികൾ ഉണ്ടാക്കിയില്ല അവർ. മനുഷ്യരെ ഇങ്ങനെ നിവർന്നു നിന്ന് പോരാടാനും ജീവിക്കുവാനും അവർ പഠിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് മനുഷ്യൻ കുറച്ചുകൂടി പ്രധാനപ്പെട്ട ഒരു പദമാണ് എന്നും കുറച്ചുകൂടി ആദരവർഹിക്കുന്ന ഒന്നാണ് എന്നുമുള്ള തിരിച്ചറിവാണ് പ്രവാചക പാഠങ്ങളിൽ, വലിയ മനുഷ്യരുടെ ഏതൊരു മനുഷ്യനെടുത്ത് നോക്കിയാൽ അവരുടെ പാഠങ്ങളിൽ പ്രധാനം. മനുഷ്യനെ ഇങ്ങനെ വിമോചിപ്പിക്കുകയാണ് ചെയ്തത്. അതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്. ഒരു വലിയ യജമാനനെ കുറിച്ച് പറഞ്ഞു തന്നു പ്രവാചക തിരുമേനി. പലതരം യജമാനന്മാരുടെ അടിമകളായി കടന്നുപോയ ആളുകളായിരുന്നു അറേബ്യയിലുള്ള മനുഷ്യന്മാർ. അവർക്ക് അതിനേക്കാൾ ഉന്നതനായ യജമാനനെ കുറിച്ച് കാണിച്ചു കൊടുത്തു. മനുഷ്യന്മാരൊക്കെ എല്ലാ കാലത്തും എന്തിൻ്റെയെങ്കിലുമൊക്കെ അടിമയായിരിക്കും. പണത്തിൻ്റെ ആവാം, പ്രശസ്തിയുടേതാവാം, പേരിൻ്റെ ആവാം, ശീലങ്ങളുടെ ആവാം. ഇതിൻ്റെയൊക്കെ അടിമകളായി മനുഷ്യന്മാരിങ്ങനെ മാറുകയും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ്റെ അടിമ മാത്രമല്ല ആവുക. മനുഷ്യൻ എന്തിൻ്റെയൊക്കെ അടിമകളായി മാറും. അഡിക്ഷൻ എന്ന് തന്നെയാണല്ലോ ഇംഗ്ലീഷിൽ പറയുക. അടിമയാവുക എന്നാണല്ലോ പറയുക. മനുഷ്യനിങ്ങനെ അടിമത്തത്തിലേക്ക് നീങ്ങും. അത് ശീലങ്ങളുടെയൊക്കെ അടിമയാവാം. ആ അടിമത്തങ്ങളിൽ നിന്ന് ഒരു സാക്ഷാൽ യജമാനൻ ആരാണ് എന്ന് കാണിച്ചു തരികയാണ് പ്രവാചക തിരുമേനി ചെയ്തത്. അപ്പം നമ്മുടെ നാട്ടിലെ ഒരു ഭിക്ഷക്കാരനായി നടക്കുന്ന ഒരാൾ, എത്രയോ കാലമായിട്ട് ഇങ്ങനെ ഭിക്ഷക്കാരനായിട്ട് നടക്കുന്ന ആളാണ്, നമ്മുടെയൊക്കെ മുന്നിൽ ഇങ്ങനെ കൈ നീട്ടുന്ന ആളാണ്. ഒരു ദിവസം അയാളെ പോലീസ് പിടിച്ചു കൊണ്ടുപോയി. എന്നിട്ട് പോലീസ് അയാളോട് പറഞ്ഞു, നിങ്ങൾ ശരിക്കും ഭിക്ഷക്കാരനാകേണ്ട ആളല്ല, നിങ്ങളൊരു വലിയ പണക്കാരൻ്റെ മകനാണ്. അയാൾ നിങ്ങളെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. നിങ്ങളെ ഞങ്ങൾ അയാളുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. അതാണ് സംഭവിച്ചത്. നമ്മുടെ സാക്ഷാൽ യജമാനനെ ഇങ്ങനെ കാണിച്ചു തരികയാണ്. കുഞ്ഞു കുഞ്ഞു കൗതുകങ്ങളിൽ ഹൃദയം കോർത്തിടേണ്ടവരല്ലെന്നും അവിടെ തകർന്നു പോകേണ്ടവരല്ലെന്നും വലിയ ഒരു യജമാനൻ്റെ ഉടമസ്ഥതയിലുള്ളവരാണ് നമ്മളെന്നുമുള്ള ഒരു ആത്മബോധത്തിലേക്ക് കൈപിടിക്കുകയാണ് പ്രവാചക തിരുമേനി ചെയ്തത്. അവിടെ ഒരാൾ അനുഭവിക്കുന്ന ഒരു വലിയ ആനന്ദം എന്താണ് എന്ന് പറഞ്ഞു തരികയും ചെയ്തു. മനുഷ്യനായിരിക്കുന്നതിൻ്റെ ഒരു മഹത്വമുണ്ട്, സൃഷ്ടിയുടെ മഹത്വമുണ്ട്. അതിൽ നിന്നൊരാൾ താഴേക്ക് പോകാൻ പാടില്ല. അതിൽ നിന്നൊരാൾ താഴേക്ക് പോകുമ്പോഴാണ് അയാൾ ആ മനുഷ്യൻ എന്ന ഗുണത്തിൽ നിന്ന് താഴേക്ക് പോകുന്നത്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏറ്റവും വിലപിടിപ്പുള്ള ലോഹമാണ് പ്ലാറ്റിനം. ഏറ്റവും വിലപിടിപ്പുള്ള ലോഹമാണ്, ഏറ്റവും മൂല്യമുള്ള ലോഹങ്ങളിൽ ഒന്നാണ്. എന്നാൽ ഇതേ പ്ലാറ്റിനം തന്നെയാണ് കാലക്രമേണ അലൂമിനിയായിട്ട് മാറുന്നത്. ഇത് മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. മനുഷ്യൻ അവൻ്റെ മൂല്യബോധങ്ങളിൽ നിന്ന് താഴേക്ക് പോയാൽ, അവൻ്റെ വാല്യൂസിൽ നിന്ന് താഴേക്ക് പോയാൽ, പിന്നെ അവന് ഏറ്റവും വില കുറഞ്ഞ അലൂമിനിയമായി പ്ലാറ്റിനം മാറുന്നത് പോലെ അവൻ മാറും. അതുകൊണ്ട് മനുഷ്യൻ്റെ ഉള്ളിൽ ഇങ്ങനെ വാല്യൂസ് നിറച്ചു, ഗുണങ്ങൾ നിറച്ചു, നന്മകൾ നിറച്ചു. വാല്യൂസിന് ചെറിയ പ്രാധാന്യമല്ല മതത്തിലുള്ളത്.
കാരണം വാല്യൂസാണ് മതം. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇസ്ലാമിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് നിസ്കാരം എന്ന കർമ്മത്തിനാണ്. ആരാധനാ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഒരാൾ മുസ്ലിം അല്ല, അത്രയും പ്രാധാന്യമുണ്ട്. എന്നാൽ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് ഖുർആനിലില്ല. 6000-ലേറെ വചനങ്ങളില്ലേ ഖുർആനിൽ. എന്നിട്ട് ഒരൊറ്റ വചനം കൊണ്ടുപോലും നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് വിശദീകരിച്ച് തന്നിട്ടില്ല. നിസ്കരിക്കണം എന്നേ പറഞ്ഞുള്ളൂ. സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നിട്ടില്ല. റുക്കൂ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നിട്ടില്ല. ആണല്ലോ, ഹദീസിലാണ് അതിൻ്റെ വിശദീകരണം മുഴുവനുള്ളത്. നിസ്കാരത്തിൻ്റെ ഉള്ളടക്കം മുഴുവനുമുള്ളത് നബിവചനങ്ങളിലാണ്. ആലോചിക്കണം കേട്ടോ. നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പറയാൻ ഒരൊറ്റ വചനമില്ലാത്ത ഖുർആനിൽ കണ്ണ് കാണാത്തൊരു മനുഷ്യന് വേണ്ടിയിട്ട് 13 വചനങ്ങളുണ്ട്. കണ്ണ് കാണാത്ത ഒരാൾ ഇങ്ങനെ ഒരു സദസ്സിലേക്ക് വന്നപ്പോഴേ പ്രവാചക തിരുമേനിയുടെ നെറ്റി ഒന്ന് ചുളിഞ്ഞതിൻ്റെ പേരിലാണ് കേട്ടോ, അല്ലാതെ ഒന്നും പറഞ്ഞതിൻ്റെ പേരിൽ പോലും അല്ല. വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ളൊരു കൂടിക്കാഴ്ച നടക്കുകയാണ്. അപ്പം അങ്ങോട്ട് ആരും വരരുത് എന്നാണ് റസൂൽ ആഗ്രഹിച്ചത്. പക്ഷെ അങ്ങോട്ടൊരാൾ വന്നു, അസ്സലാമു അലൈക്കും എന്ന് ഉറക്കെ പറഞ്ഞിട്ടാണ് വന്നത്. അപ്പം നബി തിരുമേനി വാലൈക്കും അസ്സലാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അദ്ദേഹം വന്നത് നബിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം ഈ ചർച്ചയ്ക്ക് എന്തെങ്കിലും ഒരു പ്രയാസം നേരിടുമെന്നുള്ളതുകൊണ്ടാണ് കേട്ടോ, വ്യക്തിപരമായ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. പിന്നെ അവിടെ ആകെ സംഭവിച്ചത് എന്താണ്? നബി തിരുമേനിയുടെ നെറ്റി ഒന്ന് ചുളിയുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? എന്തെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ ആ മനുഷ്യനത് സങ്കടമാവുമായിരുന്നു. പക്ഷെ നെറ്റി ചുളിഞ്ഞ കാര്യം അദ്ദേഹം അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. കാരണം അത് കാണാൻ അദ്ദേഹത്തിന് കണ്ണില്ലല്ലോ. അന്ധനായ മനുഷ്യനായിരുന്നു. അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ആരും അറിഞ്ഞിട്ടില്ല. എന്തായാലും അദ്ദേഹം അറിഞ്ഞിട്ടില്ല. പിന്നെ അവിടെ 1-2 ആളുകളുണ്ട്, ആ ചർച്ചയ്ക്ക് വന്ന ആളുകൾ. അവർ കണ്ടിട്ടുണ്ടെങ്കിലായി. ഒരു റൂമിൽ അവസാനിക്കുമായിരുന്നൊരു സംഭവമല്ലേ അത്. പക്ഷെ നമ്മളിപ്പോഴത് പറയണത് എന്തുകൊണ്ടാണ്? ആ സംഭവത്തെ അനശ്വരമാക്കി. അതാണ്. നബി തിരുമേനിയുടെ ജീവിതത്തിൽ ആയിരക്കണക്കിന് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ലേ? അതിൽ നിന്ന് ഒരു സംഭവത്തെ ഇങ്ങനെ നിലനിർത്താനുള്ള കാരണം എന്താണ്? മനുഷ്യൻ. അതാണ് കാരണം. അന്ധനായി എന്നുള്ളത് കൊണ്ടോ, അഗതിയായി എന്നുള്ളത് കൊണ്ടോ, അശരണനായി എന്നുള്ളത് കൊണ്ടോ, അടിമയായി എന്നുള്ളത് കൊണ്ടോ മനുഷ്യൻ അവഗണിക്കപ്പെടാൻ പാടില്ല. നെറ്റി ചുളിയാൻ പോലും പാടില്ല. പാവപ്പെട്ട മനുഷ്യൻ വന്നപ്പോൾ നബിയുടെ നെറ്റി ഒന്ന് ചുളിഞ്ഞു. ആകാശത്ത് നിന്നിടപെട്ടു. 2019 നവംബർ മാസം ഈ തീയതിയിൽ നമ്മളത് അങ്ങോട്ടുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ കാരണമുള്ളൂ, മനുഷ്യൻ അവഗണിക്കപ്പെടാൻ പാടില്ല. മനുഷ്യന്റെ വില എന്താണ് എന്ന് തിരിച്ചറിയാതെ പോകാൻ പാടില്ല. മനുഷ്യന്റെ ഏതെങ്കിലും ഒരു കാരണത്താൽ അവനെ താഴ്ത്തി കിട്ടാൻ പാടില്ല. അതാണ് മനുഷ്യനോട് ഐ ലവ് യു എന്ന് മാത്രമല്ല പറയേണ്ടത്, ഐ വാല്യൂ യു എന്ന് പറയണം മനുഷ്യൻ. എനിക്ക് നിങ്ങൾ പ്രിയപ്പെട്ട ഒരാൾ മാത്രമല്ല, എനിക്ക് നിങ്ങൾ വിലപ്പെട്ട ഒരാളാണ്. അതാണ്. നിങ്ങളെ ഞാൻ സങ്കടപ്പെടാൻ വിടൂല, നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവും. ഒരൊറ്റ മനുഷ്യന്റെ ജീവിതത്തിലെങ്കിലും നമ്മൾ അങ്ങനെ പോക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവും. ബൈബിളിൽ 100 ആടുകളിൽ നിന്ന് ഒരാടിനെയാണ് കാണാതായത്. 99 ആടിനെയും ഉപേക്ഷിച്ച് ആ മഹാനായ ഇടയൻ ഒരാടിന്റെ പിന്നാലെയാണ് പോകുന്നത്. 99 ആടിനെയും ഉപേക്ഷിച്ചു, ഒരാടിനെ തെരഞ്ഞുപോയി. എന്താ കാരണം? ഒറ്റ കാരണമേ ഉള്ളൂ. ഈ 99 ആടുകൾക്കും പരസ്പരം സ്നേഹിക്കാൻ ആൾക്കാരുണ്ട്. ആ ഒരാടുണ്ടല്ലോ, അവൻ ആരുമില്ല, അതുകൊണ്ട് അവന്റെ കൂടെയാണ്. ഇതാണ് ഐ വാല്യൂ യു. മനുഷ്യന് നമ്മൾ കൊടുക്കണ വിലയാണത്. ഇവിടെ നേരത്തെ പ്രകാശനം ചെയ്യപ്പെട്ടല്ലോ ഒരുമ. ഈ തിരക്കിനിടയിൽ, ഈ ഓട്ടത്തിനിടയിൽ പ്രവാസി എന്ന് പറയുന്നത് ഇങ്ങനെ ശരിക്കും ഒരു മെഴുകുതിരി പോലെ തന്നെയാണല്ലേ. വേറെ ആളുകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. ഒരു ചെറിയ കാറ്റിൽ അതാണ് കെട്ടുപോവുകയും ചെയ്യും. നാട്ടുകാർക്ക് നിങ്ങൾ പൈസ പിരിക്കാനുള്ളൊരു യന്ത്രമാണ്. പക്ഷെ നിങ്ങൾ ശരിക്കും മെഴുകുതിരികളാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രകാശിക്കുന്നത്. പെങ്ങന്മാര്, അനിയന്മാര്, കുടുംബക്കാര്. നാട്ടിൽ നിങ്ങളെക്കാൾ ശമ്പളം വാങ്ങുന്നുണ്ടാവും ചിലപ്പോൾ ജ്യേഷ്ഠനോ അനിയനോ. പക്ഷെ എന്നാലും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കൂലേ? ശ്രദ്ധിച്ചില്ലേ നിങ്ങളത്? ചിലപ്പോൾ ചേട്ടനോ അനിയനൊക്കെ ഈ ഗൾഫിലുള്ള ആളെക്കാളും വലിയ ശമ്പളം വാങ്ങുന്നുണ്ടാവും, എന്നാലും ഗൾഫുകാരനാണ്. പത്തേമാരിയിൽ മമ്മൂട്ടി പറയുന്ന പോലെ
കുറെ എടുത്തു വെച്ചിട്ട് നാട്ടിലേക്ക് അയക്കുന്നു എന്നാണ് നാട്ടിലുള്ള ആളുകൾ വിചാരിക്കുക. സത്യത്തിൽ കിട്ടിയത് ഒന്നും മതിയായിട്ടില്ല, പിന്നെ കടം വാങ്ങുകയാണ് ചെയ്തത്. ഒരു ചെറിയ കാറ്റ് വരുമ്പോഴേക്ക് തീർന്നു പോവുകയും ചെയ്യൂല്ലേ. എത്രയോ പാവം മനുഷ്യരില്ലേ അങ്ങനെ. എല്ലാവരും അങ്ങനെ ആവണമെന്നില്ലെങ്കിലും. അപ്പൊ അങ്ങനെ ഈ ജീവിതത്തിന്റെ കളം വിട്ടു പോകുന്നൊരു പാവം മനുഷ്യന് നിങ്ങളിങ്ങനെ കൊണ്ടുപോയി കൊടുക്കുന്ന 3-4 ലക്ഷം രൂപയുണ്ടല്ലോ, അതിലൂടെ നിങ്ങൾ പറയണത് ശരിക്കും എന്താണെന്നറിയോ? ഐ വാല്യൂ യു എന്നാണ്. വി വാല്യൂ യു. കാഞ്ഞങ്ങാടുള്ളൊരു സാധു ജന സഹായ നിധിയുടെ പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്തിരുന്നു. ഒരു കുവൈത്തിലുള്ള ആളുകൾ, പഴയ ആളുകൾ, 50 വർഷക്കാലമായി അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കോടാനുകോടി രൂപയുടെ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിരവധിയായ സംഘടനകൾ മനുഷ്യ സ്നേഹപരമായ സേവന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു മഹത്തായ കാഴ്ചയാണ്. മനുഷ്യരിങ്ങനെ കോർത്തിണങ്ങുകയാണ് മറ്റൊരു മനുഷ്യന്റെ കരുണയാലും സ്നേഹത്താലും സഹായ മനസ്സാലും ഒക്കെ. ഈ ഐ വാല്യൂ യു എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഉണ്ടല്ലോ, മനുഷ്യന് നമ്മൾ കൊടുക്കുന്ന ഒരു വില, ആ വില ഒന്നുകൂടെ ഇങ്ങനെ ആഴത്തിൽ ഉറപ്പിക്കേണ്ട ഒരു കാലമാണ്. MP വീരേന്ദ്രകുമാർ ഒരു അനുഭവം പറഞ്ഞിരുന്നു ഈ അടുത്ത്, കുറച്ചു മുമ്പാണ്. ശ്രീ MP വീരേന്ദ്രകുമാർ, അദ്ദേഹം ഡൽഹിയിൽ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയതാണ്. അദ്ദേഹം താമസിക്കുന്നത് കേരള ഹൗസിലായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം അദ്ദേഹം രാവിലെ ഒരു ടാക്സി കാർ എടുത്തിട്ട് സമ്മേളന സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പൊ കുറെ ദൂരം യാത്ര ചെയ്യാനുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഡ്രൈവറോട് ഇങ്ങനെ ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്? ഡ്രൈവർ ഇദ്ദേഹം മാത്രമേ ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കില്ല, നിങ്ങളുടെ പേരെന്താണ്? ഡ്രൈവർ പേര് പറയണില്ല. പിന്നെ ചോദിച്ചു, ഇദ്ദേഹം പേരെന്താണ്? മിണ്ടുന്നില്ല. മൂന്നാമത്തെ പ്രാവശ്യം ചോദിച്ചിട്ട് മറുപടി ഇല്ല. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്താ നിങ്ങൾ പേര് പറയാനുള്ള കാരണം? പേര് പറയാതിരിക്കാനുള്ള കാരണം എന്താണ്? എന്താ നിങ്ങൾ മിണ്ടാത്തത്? പേടിയാണോ? അപ്പൊ അയാൾ പറഞ്ഞു, പേടിയാണ്. നിങ്ങൾ എന്നോട് എന്റെ പേര് ചോദിക്കുമ്പോഴേ ഞാൻ പറയുന്ന പേര് മുസ്ലിമിന്റെ പേരാണെങ്കിൽ, നിങ്ങൾ അഥവാ ഒരു ഹിന്ദു ആണെങ്കിൽ നിങ്ങൾക്കതിൽ പ്രയാസമുണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അതല്ല, ഞാൻ പറയുന്ന പേര് ഹിന്ദുവിന്റെ പേരാണെങ്കിൽ, നിങ്ങൾ എങ്ങാനും ഒരു മുസ്ലിം ആണെങ്കിൽ അത് നിങ്ങൾക്കൊരു പ്രയാസമുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പേര് പറയാറുണ്ട്. നമ്മുടെ രാജ്യത്ത് ഇന്ന് ഏറ്റവും വലിയ ദൂരം എന്താണെന്ന് അറിയുന്നത്? രാജ്യത്തിന്റെ ഒരറ്റത്തിൽ നിന്ന് മറ്റൊരറ്റത്തേക്ക് പോകാനുള്ള ദൂരമല്ല, അത് നിമിഷങ്ങൾ കൊണ്ട് കീഴടക്കാവുന്ന അത്രയും വലിയ സാങ്കേതിക വിദ്യകൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ ഏറ്റവും വലിയ ദൂരം എന്താണെന്ന് അറിയാം? മനസ്സുകൾക്കിടയിൽ ഇങ്ങനെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൂരമാണ്. പള്ളിയുടെയും അമ്പലത്തിന്റെയും ബൂത്തിന്റെയും പശുവിന്റെയും പേരിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ദൂരങ്ങളാണ്. മനുഷ്യനിൽ നിന്നുണ്ടാകുന്ന അകലങ്ങളാണ്. മനുഷ്യനിൽ നിന്ന് അകലാനുള്ള കാരണങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ മനുഷ്യ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞവരുടെ വാക്കുകൾക്കും മനുഷ്യ സ്നേഹം എന്ന മനോഹരമായൊരു ആശയതലത്തിനും അത്രയും പ്രാധാന്യമുണ്ട്. മനുഷ്യന് അവന്റെ വേദനകൾക്ക്, അവന്റെ ദുഃഖങ്ങൾക്ക് അവന്റെ കൂടെ നിൽക്കാൻ കഴിയും. നമ്മൾ വിശപ്പ് മാറിയതിന്റെ പ്രശ്നമാണ് നമ്മുടേത്. പട്ടിണിയും പ്രയാസം ഉണ്ടായിരുന്ന കാലത്ത് നമ്മുടെ ഇടയിൽ തർക്കങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അന്ന് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഒരു നേരത്തെ ഭക്ഷണമായിരുന്നു. അന്ന് മനുഷ്യന്മാർക്കിടയിൽ നല്ല അടുപ്പുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് വിശപ്പ് മാറിയതിന്റെ പ്രശ്നമാണ്. മനുഷ്യന്റെ വിശപ്പിനെ അറിയാൻ ഒരാൾ ശ്രമിക്കുമ്പോഴാണ് ഒരാൾക്ക് മനുഷ്യനെ മനസ്സിലാവുക. അട്ടപ്പാടിയിൽ മധു എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനെ തച്ചു കൊന്നില്ലേ കുറെ ആളുകൾ കൂടിയിട്ട്? മറക്കാൻ കഴിയുന്നത് വിശപ്പിന്റെ കാരണം കൊണ്ട് ആ മനുഷ്യൻ മോഷ്ടിച്ചതാണ് അരിയും പൊടിയൊക്കെ. ഇവര് തേടിച്ചെന്ന് അവന്റെ ഭാണ്ഡത്തിൽ നിന്ന് അരിയും പൊടിയൊക്കെ അവർ കണ്ടെടുത്തു. അവർക്ക് നഷ്ടപ്പെട്ട അരിയും പൊടിയൊക്കെ അവന്റെ ഭാണ്ഡത്തിൽ നിന്ന് കിട്ടി. പക്ഷെ അവർക്ക് നഷ്ടപ്പെട്ട വേറൊന്നുണ്ടായിരുന്നു, അത് ഇതുവരെയും കണ്ടെടുക്കപ്പെട്ടിട്ടില്ല. അതിന്റെ പേരാണ് മനുഷ്യൻ. വിശപ്പ് എന്താണ് എന്ന് ജീവിതത്തിൽ എന്തെങ്കിലും അറിഞ്ഞൊരു മനുഷ്യൻ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എല്ലും തോലുമായ മധുവിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ആ നെറ്റിയിൽ ഉമ്മ കൊടുത്ത് ആ മനുഷ്യന് ഭക്ഷണം വാരി കൊടുക്കുകയായിരുന്നു. വിശപ്പ് എന്താണ് എന്ന് ജീവിതത്തിൽ എന്തെങ്കിലും അറിഞ്ഞ ഒരു മനുഷ്യനുണ്ട്. അതാ നബി പറഞ്ഞത്. അയൽപ്പക്കത്തെ ഒരാൾ വിശന്നിരിക്കുന്നുണ്ടെങ്കിൽ, എടാ നീ എങ്ങാനും ഭക്ഷണം കഴിച്ചാലും പിന്നെ എന്റെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് നീ എന്ന് പറയുന്നത് കേട്ടോ. ഇതൊരു വാക്കാണ്. അയൽവാസി പട്ടിണി കിടക്കുന്ന ഒരാൾ ഭക്ഷണം കഴിച്ചാൽ അവനല്ല മുസ്ലിം എന്നാ പറഞ്ഞത്. അവൻ മുസ്ലിം അല്ല എന്നല്ല,
മുസ്ലിമൊക്കെ തന്നെയാണ്, അങ്ങനെ പെട്ടെന്ന് പുറത്തേക്ക് പോകുന്നില്ല. പക്ഷെ പറഞ്ഞെന്താണെന്നറിയോ, അവനല്ല മുസ്ലിം എന്ന്. കുറച്ചുകൂടെ ഡെപ്ത് ഉണ്ടാവും വാക്കിന്. അവനല്ല മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ്? അവനിപ്പൊ ചെയ്തത് ഒരു മുസ്ലിമിന്റെ കൾച്ചറല്ല അവൻ ചെയ്യുന്നത്. അയൽപ്പക്കത്ത് പട്ടിണി ഉണ്ടോന്നുള്ള കാര്യം അവൻ അറിഞ്ഞിട്ടുമില്ല. അറിയണമെങ്കിൽ അങ്ങോട്ട് പോകണം. സംഘടനയുടെ സമ്മേളനത്തിന്റെ ലഘുലേഖ കൊണ്ടുകൊടുക്കാൻ വേണ്ടി മാത്രമല്ല ആ ഗേറ്റ് കടന്ന് അങ്ങോട്ട് പോകേണ്ടത്. അയാൾക്ക് വേറെ ഒരുപാട് ആവശ്യങ്ങളുണ്ടായിരുന്നു, നമ്മളതൊന്നും അറിഞ്ഞിട്ടില്ല. അതാണ് ഏറ്റവും വലിയ മതിൽ. കല്ലുകൊണ്ടുണ്ടാക്കുന്ന മതിലല്ല ഏറ്റവും വലിയ മതിൽ, ഇവിടെ ഉണ്ടാക്കുന്ന മതിലാണ്. കോട്ടയം ജില്ലയിലെ കൊച്ചു കുഞ്ഞുപദേശി എന്ന് പറഞ്ഞ വലിയൊരു ക്രൈസ്തവ പുരോഹിതനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വീടിന്റെ മുന്നിൽ അദ്ദേഹം എഴുതി വെച്ചിരുന്നത്ര, വിശപ്പുള്ള മനുഷ്യന്മാർ ഇതിലൂടെ നടന്നു പോകരുത്, വിശക്കുന്നുണ്ടെങ്കിൽ ആ ചെറിയ വീട്ടിലേക്ക് വരുന്നുള്ളൂ, അതെന്റെ വീടാണ്, അതെന്റെ വീടാണ്. ബിരിയാണി എന്നൊരു കഥയുണ്ടായിരുന്നു ഈ അടുത്തൊരു. പക്ഷെ നിങ്ങൾ വായിക്കുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. സന്തോഷിച്ചിക്കാനം എന്ന് പറഞ്ഞ ഒരു സുഹൃത്ത് എഴുതിയതാണ്. 6000 ആളുകൾ പങ്കെടുത്ത വലിയൊരു വിരുന്നാണ്. കുറെ ഭക്ഷണം ബാക്കി വന്നു. അത് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് ഒരു ബിഹാരിയെ വിളിച്ചു. അദ്ദേഹം കുഴി വെട്ടുമ്പോൾ നല്ല സുഗന്ധം വരുന്നുണ്ട് ബിരിയാണിയുടെ. അയാൾക്ക് മനസ്സിലായി അത് ബിരിയാണിയുടെ സുഗന്ധമാണ്, ബസ്മതി അരിയിട്ട ബിരിയാണിയാണ്. അത് മനസ്സിലായി. കാരണം ആ അരിയുമായി അയാൾക്കൊരു ബന്ധമുണ്ട്. അയാളുടെ ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോൾ അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം അതായിരുന്നു, ബസ്മതി അരിയിട്ട കഞ്ഞി കുടിക്കണം. അങ്ങനെ അയാൾ വാങ്ങിക്കൊടുത്ത്. പക്ഷെ അയാൾ കഞ്ഞി കുടിച്ചില്ല. ഇടയ്ക്ക് ഓരോന്നിങ്ങനെ പൊറിക്കുക മാത്രം ചെയ്ത്. അവർക്കൊരു മോളുണ്ടായി. ആ മോൾക്ക് പേരിട്ടത് വസുമതി എന്നാണ്. ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വലിയ ചെമ്പുകൾ വരുന്നത്. ആ ചെമ്പിൽ ധാരാളം ബിരിയാണി ബാക്കിയുണ്ട്. അത് കുഴിയിലേക്ക് തട്ടാൻ പറഞ്ഞാൽ തട്ടി, പക്ഷെ കുഴി നിറഞ്ഞുപോയി. അപ്പൊ ഇയാളോട് അതിങ്ങനെ ചവിട്ടി താഴ്ത്താൻ പറഞ്ഞു. ഇയാൾക്ക് പറ്റുന്നില്ല. ഇയാളിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അപ്പൊ അടുത്തുള്ള ആൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ പേരെന്താണ്? അയാൾ പറഞ്ഞു, ഗോപാൽ യാദവ് എന്നാണ്. നിങ്ങളുടെ നാടെവിടെയാണ്? ബീഹാറാണ്. വീട്ടിൽ ആരൊക്കെ ഉള്ളത്? ഭാര്യ മോളും. മോളുടെ പേരെന്താ? വസുമതി. അവളെന്താ സ്കൂൾ പഠിക്കണോ? അല്ല. പിന്നെ അവൾ മരിച്ചുപോയി. എങ്ങനെ? വിശപ്പ് കൊണ്ട്. ഈ ഗോപാൽ യാദവിനെ കാണാൻ ബീഹാർ വരെ ഒന്നും പോണ്ടി വരില്ല. നമ്മുടെ അരിയത്തുണ്ടാവുന്ന മനുഷ്യൻ. അതുകൊണ്ടാണ് ഇസ്ലാമില് ഫക്കീർ എന്നും മിസ്കീൻ എന്നും പാവങ്ങളെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫക്കീർ നമ്മളെ തേടി വരുന്ന ആളാണ്, മിസ്കീൻ നമ്മൾ അങ്ങോട്ട് തേടി പോകേണ്ട ആളാണ്. മനുഷ്യനെ ഇങ്ങനെ കരുണാപൂർവം സഹവസിക്കുകയും മനുഷ്യനെ കാണുകയും ചെയ്യുന്ന ഒരു ആന്തരിക വികാസത്തിലേക്കാണ് നബി ക്ഷണിച്ചത്. ആന്തരിക വികാസം. ഉള്ളിങ്ങനെ ഒന്നുകൂടെ വിശാലമാവുകയാണ് മനുഷ്യന്റെ. അതാണ് ഖുർആൻ ഇങ്ങനെ ആവർത്തിച്ചു പറഞ്ഞത്. കുടിസാകുന്ന ഒന്നിലേക്കല്ല, തുറസാകുന്ന ഒന്നിലേക്ക് നമ്മളെ ക്ഷണിക്കുകയാണ് ചെയ്തത്. മൂസാ നബിയുടെ പ്രാർത്ഥനയുണ്ട് ഖുർആനിൽ. ഒരുപക്ഷെ നമുക്കൊക്കെ പരിചയമുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. റബ്ബിശ്റഹ് ലി സുദ്രി എന്നാണ് പ്രാർത്ഥന. കേട്ടിട്ടില്ലേ? റബ്ബിശ്റഹ് ലി സുദ്രി. എന്താണ് അതിന്റെ അർത്ഥം? പടച്ചവനെ എന്റെ മനസ്സ് വലുതാക്കി തരണേ എന്നാണ്. എന്റെ ഹൃദയം വികസിപ്പിക്കണമേ എന്നാണ്. മനസ്സ് വലുതാക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു, ഒരു പ്രവാചകൻ ശരിക്കും പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? ഞാൻ പറയുന്നത് സ്വീകരിക്കാവുന്ന ഒരവസ്ഥയിൽ നാട്ടുകാരുടെ ഹൃദയം വിശാലമാക്കണേ എന്നല്ലേ പ്രാർത്ഥിക്കേണ്ടിയിരുന്നത്. പക്ഷെ മൂസാ നബി പ്രാർത്ഥിച്ചത് എന്താണ്? എല്ലാ ടൈപ്പ് നാട്ടുകാരെയും ഉൾക്കൊള്ളാൻ എന്റെ മനസ്സ് വിശാലമാക്കണേ. എല്ലാരെയും ഉൾക്കൊള്ളാൻ എന്റെ മനസ്സ് വിശാലമാക്കണേ. മരിച്ചവരുടെ ഖബർ മാത്രമല്ല, ജീവിച്ചിരിക്കുന്നവരുടെ കൽബും വിശാലമാകണം. അപ്പോഴേ നമുക്ക് മനുഷ്യനെ മനസ്സിലാവും. അല്ലെങ്കിൽ നമുക്ക് മനുഷ്യന്മാരെ ഉൾക്കൊള്ളാൻ കഴിയില്ല. മദർ തെരേസ പറഞ്ഞിട്ടുണ്ട്, ഇഫ് യു ജഡ്ജ് പീപ്പിൾ യു ഹാവ് നോ ടൈം ടു ലവ് ദം. നിങ്ങൾ മനുഷ്യന്മാരെ ഇങ്ങനെ ജഡ്ജ് ചെയ്യാൻ നിന്നാല് ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? പിന്നെ നിങ്ങൾക്ക് അവരെ സ്നേഹിക്കാൻ കഴിയൂല. മനുഷ്യന്മാരെ ജഡ്ജ് ചെയ്യാൻ നിന്നാല് പിന്നെ നിങ്ങൾക്ക് അവരെ സ്നേഹിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. മനുഷ്യനെ ഇങ്ങനെ നിരുപാധികം സ്നേഹിക്കാനാണ് പഠിപ്പിച്ചു തന്നത്. അതിരുകളില്ലാതെ മനുഷ്യനെ ചേർത്ത് പിടിക്കാനാണ് പഠിപ്പിച്ചു തന്നത്. കാരുണ്യത്തോടെ മനുഷ്യനോട് സഹവസിക്കാനാണ് പഠിപ്പിച്ചു തന്നത്. നല്ല വാക്ക് പറയാനാണ് പഠിപ്പിച്ചു തന്നത്. ഒന്നും കൊടുക്കാനില്ലെങ്കിൽ കൊടുക്കണ്ട, പക്ഷെ നല്ല വാക്ക് കൊണ്ട് മനുഷ്യനെ തലകൊണ്ടുവെന്നാണ് പറഞ്ഞത്. വാക്കിന്റെ ഒരു
ഇന്ധനശേഷി എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ ജീവിതമായിരുന്നു പ്രവാചക തിരുമേനിയുടെ ജീവിതം. വാക്ക് വിത്താണെന്ന് പറയുമല്ലോ, ബൈബിൾ അങ്ങനെ പറയുന്നത്. വാക്ക് വിത്താണ്. വിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ സാധ്യതയാണ്. ഒരു ആപ്പിളിന്റെ ഉള്ളിൽ എത്ര വിത്തുണ്ട് എന്ന് എണ്ണി നോക്കാൻ കഴിയും. പക്ഷെ വിത്തിന്റെ ഉള്ളിൽ എത്ര ആപ്പിൾ ഉണ്ട് എന്ന് എണ്ണി നോക്കാൻ കഴിയില്ല. അതാണ് ആ പൊട്ടൻഷ്യാലിറ്റി. അതാണ് ഇങ്ങനെ തുടർന്ന് ആ വാക്ക് ഇങ്ങനെ അലയൊലി കൊള്ളുകയാണല്ലോ. കാലങ്ങൾ പിന്നിടും തോറും ആ വാക്കിന്റെ സാധ്യതകൾ ഇങ്ങനെ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. കാരണം വാക്ക് സാന്ത്വനമാണ് എന്ന് തിരിച്ചറിഞ്ഞു പ്രവാചകർ. വാക്ക് കാരുണ്യമാണെന്ന് തിരിച്ചറിഞ്ഞു പ്രവാചകർ. ഒരാള് വരുന്നുണ്ട് തിരുമേനിയുടെ അടുത്ത്. തെറ്റായ ഒരു ശരീരബന്ധം ആഗ്രഹിച്ചിട്ടാണ് വരുന്നത്. അയാൾക്ക് തെറ്റായ ശരീരബന്ധങ്ങളിൽ ഏർപ്പെടണം. പ്രവാചകരെ, എനിക്കതിന് അനുമതി തരണം. എന്നെ അത്രയും കൊതിപ്പിക്കുന്ന ഒരു കാര്യമാണത്. നബി അയാളെ അടുത്തേക്ക് വിളിച്ചു. വരും. എന്താണ് ചോദിച്ചത്? തെറ്റായ ശരീരബന്ധത്തിൽ ഏർപ്പെടണം, അതിന് അനുവാദം തരണം, അതില്ലാതെ എനിക്ക് പറ്റില്ല. അടുത്തേക്ക് വിളിച്ചു. അദ്ദേഹം അടുത്തേക്ക് വന്നു, ഇരിക്കാൻ പറഞ്ഞു. മുന്നിൽ മുട്ടോട് ചേർന്ന് തട്ടുന്നത് പോലെ ഇരുന്നു പരസ്പരം. എന്നിട്ട് അയാളുടെ നെഞ്ചത്ത് ഇങ്ങനെ കൈവച്ചിട്ട് പറയാണ്, നല്ല ആഗ്രഹമുണ്ടോ? ആ റസൂലെ, നല്ല ആഗ്രഹമുണ്ട്. ആണോ? ഇതേ കാര്യം നിങ്ങളുടെ ഉമ്മയോട് ഒരാൾ ചെയ്യുന്നത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? അയാളുടെ മുഖം ഇങ്ങനെ വിവരണമാകാൻ തുടങ്ങി. ദേഷ്യം പിടിച്ചു അയാൾ. ഞാനയാളെ കൊല്ലും റസൂലെ എന്ന് പറയും. പെങ്ങളോട്, മകളോട്, അമ്മായിയോട് ഇതേ കാര്യം മറ്റൊരു മനുഷ്യൻ ചെയ്യുന്നത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? അയാൾ തണുത്തു. അപ്പൊ എനിക്ക് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ഇങ്ങനെ ഒരു ആഗ്രഹം പറയുമ്പോൾ, വിഹിതമല്ലാത്തൊരു മോഹത്തിലേക്ക് നിങ്ങളുടെ മനസ്സിങ്ങനെ ചിതറുമ്പോൾ, അങ്ങനെ നിങ്ങൾ ഏതെങ്കിലും അർത്ഥത്തിൽ അതിന് സന്നദ്ധമാകുമ്പോൾ, ആ പെണ്ണ് ഏതെങ്കിലും ഒരാളുടെ ഉമ്മയോ പെങ്ങളോ അമ്മായിയോ മകളോ ഒക്കെ അല്ലേ? നിങ്ങൾക്കത് വെറുമൊരു പെണ്ണാണ്. പക്ഷെ ഏതോ ഒരാൾക്കതൊരു പെങ്ങളാണ്, ഏതോ ഒരാൾക്കതൊരു ഉമ്മയാണ്, ഏതോ ഒരാൾക്കതൊരു അമ്മായിയോ മകളോ ഒക്കെ അല്ലേ? സങ്കല്പിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? ആ മനുഷ്യനിങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് തിരിച്ചു പോകുമ്പോ, ആ തിരിച്ചു പോയതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. നബിയുടെ അടുത്തേക്ക് വരുമ്പോഴേ എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ള കാര്യമായിരുന്നു അത്. പക്ഷെ നബിയുടെ അടുത്ത് തിരിച്ചു പോകുമ്പോഴേ എനിക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യമുണ്ടെന്ന് മാറി. കാരണം വാക്കിന്റെ ഇന്ധനശേഷി. മനുഷ്യന് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന കുഞ്ഞു കാര്യമല്ലേ വാക്ക്. ഒരു റേഡിയോ ജോക്കി ഉണ്ട് കേട്ടോ. അദ്ദേഹം ആളുകളെ പറ്റിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ കോൾ വിളിക്കുന്ന പരിപാടി ഉണ്ടല്ലോ. അങ്ങനെ വിളിച്ചതാ ഒരാള്. കുസൃതി കാണിക്കാൻ, വികൃതി കാണിക്കാൻ വേണ്ടി വിളിച്ചതാ. പക്ഷെ അപ്പോഴാണ് അറിയുന്നത് അയാൾ മരിച്ചു കിടക്കുക, ചിക്കൻ ബോക്സ് പിടിച്ചിട്ട്. ഒറ്റ നിമിഷം കൊണ്ട് ഈ റേഡിയോ ജോക്കിയുടെ സംസാരത്തിന്റെ രീതിയൊക്കെ മാറി. അദ്ദേഹം പറഞ്ഞു, ചിക്കൻ ബോക്സ് പിടിക്കുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. തമിഴ്നാട്ടുകാർക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. ചിക്കൻ ബോക്സ് പിടിച്ച് സുഖമാകുന്നതോടുകൂടി ആള് നല്ല ഒരു തേജസ്സിലേക്ക് വരുമെന്നൊക്കെ അവർ വിശ്വസിക്കാറുണ്ട്. ദേവി വിളയാട്ടം എന്നൊക്കെയാണ് അവരതിന് പറയാ. അത് കഴിഞ്ഞാൽ ആള് നല്ല പ്രസന്നവതനാവും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. നിങ്ങളെ പെട്ടെന്ന് സുഖമാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചു. എന്റെ പേരാണ് വിവേകം. ആളെ പറ്റിക്കാനൊക്കെ വേണ്ടി വിളിച്ചതാ. ഒറ്റ നിമിഷം കൊണ്ട് അവനെ ഒരു മനുഷ്യനായി, ശരിക്കൊരു മനുഷ്യൻ. വാക്കിന്റെ ഇന്ധനശേഷി എന്താണെന്ന് തിരിച്ചറിഞ്ഞ മനുഷ്യൻ. നല്ല വാക്കുകൊണ്ട് മനുഷ്യനിങ്ങനെ സഹവാസത്തിന്റെ അതീവ സുന്ദരമായ അനുഭവങ്ങൾ പകരാൻ ആർക്കാ കഴിയാത്തത്? ജാനു എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ കഥ വായിച്ചിട്ടുണ്ട്. അവള് ക്ലാസ്സിലേക്ക് വരുന്നു, മാഷ് ഹോംവർക്ക് കൊടുക്കുന്നു, അതിന് ആ പുസ്തകം കൊണ്ട് വീട്ടിലേക്ക് പോകുന്നു. പിറ്റേ ദിവസം അത് കൊണ്ടുവന്ന് വെക്കുന്നു. മാഷ് പുസ്തകം കൊണ്ട് ഓഫീസിലേക്ക് പോകുന്നു. അതൊക്കെ പരിശോധിച്ച് ജാനുവിന്റെ പുസ്തകം കൊണ്ട് ക്ലാസ്സിലേക്ക് വന്നു മാഷ്. അതങ്ങനെ പൊക്കി പിടിച്ചിട്ട് ജാനുവിനോട് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. ആ ഹോംവർക്ക് ചെയ്ത പേജ് ഇങ്ങനെ മറിച്ചിട്ട് അത് കുട്ടികൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഹോംവർക്ക് ചെയ്യേണ്ടിടത്ത് ഇവിടെ ചെയ്തത് എന്താണെന്നറിയോ? 4 വരി കവിതയാണ് എഴുതി വെച്ചത്. ഇവിടെ ഇങ്ങനെ വെറുക്കാൻ തുടങ്ങി. കുട്ടികളുടെ ഒക്കെ മുന്നിൽ വെച്ചിട്ട് മാഷ് വഴക്ക് പറയും. കണക്ക് എഴുതേണ്ടടുത്ത് കവിതയാണ് എഴുതി വെച്ചത്. മാഷ് അവളെ ഇങ്ങനെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് അവിടെ ഇങ്ങനെ തലോടിയിട്ട് പറഞ്ഞു, നന്നായിട്ടുണ്ട്.
ക്ലാസ്സിൽ ആ കവിത ഇങ്ങനെ ഉറക്കെ വായിച്ച് കുട്ടികൾക്ക് മുഴുവൻ കേൾപ്പിച്ചു കൊടുത്തു. ആ പെൺകുട്ടിയുടെ പേര് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ അറിയുമായിരിക്കും, സരോജിനി നായിഡുവാണ്. ഒറ്റ മാഷിന്റെ വാക്കാണ്. ഈ വാക്കിന്റെ ഒരു ശേഷിയുണ്ടല്ലോ, വാക്കിന് മനുഷ്യന് കൊടുക്കാവുന്ന ഒരു പ്രവർത്തന ശേഷിയുണ്ടല്ലോ, അതിനെ തിരിച്ചറിയാൻ എന്ത് എളുപ്പമാണല്ലേ. ബന്ധങ്ങളിലൊക്കെ ഏറ്റവും സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ അത്. ബാച്ചിലേഴ്സായ ആളുകളോട് പ്രത്യേകം പറയാനുള്ളതാണ്, നാട്ടിലേക്ക് എന്തായാലും വിളിക്കണം, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ വിളിക്കണം. ഒരു 10 മിനിറ്റ്, എത്ര തിരക്കാണെങ്കിലും അവളെ വിളിച്ചിരിക്കണം. ആ 10 മിനിറ്റ് ആ പെണ്ണിന് ഒരു ശ്വാസമാണ്. നിങ്ങൾ ആ 10 മിനിറ്റ് എങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിലുണ്ടല്ലോ, അവൾ അനുഭവിക്കുന്ന ഒരു ശ്വാസം പിങ്ങലുണ്ട്, ഒരു സഫോക്കേഷൻ ഉണ്ട്, സങ്കല്പിക്കാൻ കഴിയാത്തതാണ് അത്. കുടുംബങ്ങളായി ജീവിക്കുന്ന ഓരോ ആളും അറിയേണ്ടതും വിചാരിക്കേണ്ടതും മനസ്സിരുത്തേണ്ടതായിട്ടുള്ള കാര്യമാണ് പ്രിയപ്പെട്ടവർക്ക് കൊടുക്കുന്ന കുറച്ച് സമയം. അതാണ് ഈ ക്വാളിറ്റി ടൈം എന്നൊക്കെ പറയുന്നത്. മനുഷ്യനെ കേൾക്കുക, മനുഷ്യനോട് പറയുക, മനുഷ്യന്റെ സങ്കടങ്ങൾ കേൾക്കാതിരിക്കുക. പ്രത്യേകിച്ച് ഒന്നും പറയാനുണ്ടാവില്ല, എന്നാലും ആ 10 മിനിറ്റ് നിങ്ങൾ സംസാരിക്കണം. കാരണം ആ 10 മിനിറ്റ് നിങ്ങളുടെ ബന്ധത്തെ ഇങ്ങനെ അരക്കെട്ടുറപ്പിക്കുന്ന പശയുടെ പേരാണ്. ആ പശയില്ലാതെ പോയാൽ ആ ബന്ധത്തിന് ഉള്ളിലാണ് വരിക, അതിന്റെ അകൽച്ചയാണ് കൂടുക, സങ്കടങ്ങളാണ് വരിക, ദുഃഖമാണ് വരിക മനുഷ്യന്. വാക്കിന്റെ ശേഷി എന്താണ് എന്ന്, കരുണയുടെ ശേഷി എന്താണ് എന്ന് മനുഷ്യന് തിരിച്ചറിയാന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരൻ ആംസ്ട്രോങ് എന്ന് പറഞ്ഞൊരു എഴുത്തുകാരിയുണ്ട്. അവര് കന്യാസ്ത്രീയായിരുന്നു, പിന്നെ കന്യാമഠം വിട്ട് പോന്ന ആളാണ്. അതുകൊണ്ട് ആ കന്യാസ്ത്രീകളുടെ ഇടയിൽ ഇവരെ കുറിച്ച് നല്ലൊരു പേരൊന്നുമല്ല ഉള്ളത്. പക്ഷെ അവരുടെ വാർഡനായിരുന്ന ഒരു പ്രായചെന്ന കന്യാസ്ത്രീ ഉണ്ട്. അവര് സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് ഈ പഴയ വിദ്യാർത്ഥിനി കാരൻ ആംസ്ട്രോങ് ആ പഴയ വൃദ്ധയായ കന്യാസ്ത്രീയെ കാണാൻ വേണ്ടി പോയി, വയോധികയായ കന്യാസ്ത്രീയെ. ഈ കാരൻ ആംസ്ട്രോങ് എന്നുള്ള യുവതിയെ കുറിച്ച് ആർക്കും ഒരു നല്ല അഭിപ്രായമില്ല, എല്ലാവരും അവരെ കുറിച്ച് മോശം അഭിപ്രായം പറയാം. കാരണം മഠം വിട്ടു പോയ ആളാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഈ പെൺകുട്ടി എങ്ങനെ അടുത്തിരുത്തിയിട്ട് വയോധികയായ ആ കന്യാസ്ത്രീ പറഞ്ഞത്, എനിക്കറിയാം മോളെ, നീ നല്ലവളാണ് എന്ന് എനിക്കറിയാം. ഇതാണ് പറഞ്ഞത്. ആരെന്തൊക്കെ പറഞ്ഞാലും നീ നല്ലവളാണ് എന്ന് ഞാൻ വിശ്വസിക്കും കേട്ടോ. എന്നിട്ട് കാരൻ ആംസ്ട്രോങ് പറയാണ്, 12 steps to കമ്പാഷനേറ്റ് ലൈഫ് എന്ന് പറഞ്ഞ അവരുടെ പുസ്തകമുണ്ട്. കരുണാപൂർവമുള്ള ജീവിതത്തിലേക്കുള്ള 12 ചുവടുകൾ. അതിലാണ് അദ്ദേഹം അവർ പറയുന്നത്. അവര് പറയാണ്, അവരെന്നോട് അങ്ങനെ പറഞ്ഞെങ്കിലും അവരതൊക്കെ മറന്നുപോയിട്ടുണ്ടാവും. വൃദ്ധയായ ഒരു സ്ത്രീയാണ്, പക്ഷെ എന്റെ ജീവിതത്തിൽ ഇന്നും വെളിച്ചമായി മാറിയ വാക്കാണത്. ആ പുസ്തകത്തിൽ അവർ വേർഡ്സ്വർത്തിന്റെ ഒരു കവിത കൊടുക്കുന്നത് ഇങ്ങനെയാണ്: There are in our existence spots of time that with distinct pre-eminence retain. ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് പറ്റും മനുഷ്യരുടെ മനസ്സിൽ ഇങ്ങനെ സ്നേഹത്തിന്റെ, കരുണയുടെ കുഞ്ഞു വാക്കുകൾ കൊണ്ട് ഓർമ്മയുടെ ഒരു ഇന്ധനമായി മാറാൻ എന്ന്. അപ്പൊ മൂല്യങ്ങളെ ഇങ്ങനെ തിരിച്ചു പിടിക്കാനാണ് ഈ ഓർമ്മകൾ നമുക്ക് പ്രേരണയാകേണ്ടത്. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഇന്ന് മനുഷ്യനിങ്ങനെ വളരെ റിലീജിയസ് ആണ് ആളുകൾ. എവിടെ നോക്കിയുള്ളൂ അടയാളങ്ങളൊക്കെ ധാരാളമുണ്ട്, പക്ഷെ കുറഞ്ഞു പോകുന്നത് സ്പിരിച്വാലിറ്റിയാണ്. ആളുകൾ വല്ലാതെ റിലീജിയസ് ആകുന്നു, അതിന്റെ അടയാളങ്ങളൊക്കെ വളരെ വ്യാപകമാണ്. തീർത്ഥാടനങ്ങൾക്കൊന്നും യാതൊരു കുറവില്ല, പക്ഷെ ഈ വാല്യൂസ് ആണ് ഇങ്ങനെ കുറഞ്ഞു വരുന്നത്. പണ്ടൊക്കെ നമ്മുടെ ഹൈന്ദവ വീടുകളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമല്ലേ, അത്താഴ പട്ടിണിക്കാരുണ്ടോ, അത്താഴ പ്രശ്നിക്കാരുണ്ടോ? നമ്മുടെ നാട് കേട്ട ഏറ്റവും മനോഹരമായ കവിതയാണ് അത്താഴ പ്രശ്നിക്കാരുണ്ടോ എന്ന സന്ധ്യാനേരത്തെ ആ വിളി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും പട്ടിണി മാറ്റാനൊന്നും കഴിയുമല്ലോ. നമ്മുടെ ശബ്ദം കേൾക്കുന്നിടത്ത് ഒരു മനുഷ്യൻ വിശന്നിരിക്കരുത്. അതാണ് അത്താഴ പ്രശ്നിക്കാരുണ്ടോ എന്നുള്ള വിളി. നമ്മുടെ ശബ്ദം കേൾക്കുന്നിടത്ത് ഒരു മനുഷ്യൻ വിശന്നിരിക്കരുത്. മനുഷ്യന് കൊടുത്തൊരു വിലയിരുന്നത്. ഞാൻ പല ആളുകളും ചോദിച്ചിട്ടുണ്ട്, ഇപ്പൊ അതെന്താ ഉണ്ടോ? അത് ആ ഒരു രീതി ഇപ്പൊ വീടുകളിലുണ്ടോ? ഞാൻ ചോദിച്ച സുഹൃത്തുക്കളൊക്കെ പറഞ്ഞത് ഇപ്പൊ അതില്ല, കേൾക്കാറില്ല എന്നാ പറഞ്ഞത്. അടയാളങ്ങൾ പെരുകുകയാണ്. അത് ഏതൊരു മതത്തിന്റെയും കാര്യം അങ്ങനെ തന്നെയാണ് കേട്ടോ. അടയാളങ്ങളിൽ ഇങ്ങനെ അഭിരമിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യരെ. അതിന്റെ വാല്യൂസ് ഇങ്ങനെ കുറഞ്ഞു പോവുകയും ചെയ്യുന്നു. നെഞ്ചത്താണോ കൈകെട്ടേണ്ടത്, അതല്ല വയറ്റത്താണോ കൈകെട്ടേണ്ടത്?
കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു കാലത്ത് വ്യാപകമായി ചർച്ച ചെയ്യുന്നു, എവിടെയാണ് കൈവെക്കേണ്ടത് നിസ്കരിക്കുമ്പോൾ. അതിന്റെ പേരിലൊക്കെ ധാരാളം സംവാദങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. കൈവെക്കേണ്ടത് എവിടെയാണ് എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടതിലേറെ ചർച്ച ചെയ്യുന്നത്, കൈവെക്കുന്നത് എവിടെയാണെങ്കിലും അതിന്റെ ഉള്ളിലൊരു ഹൃദയമുണ്ട്. അതിലെ വാല്യൂസിനെ കുറിച്ചും അതിന്റെ നന്മയെ കുറിച്ചും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നു. മുസ്ലിങ്ങൾ ഒന്നിച്ചു നിൽക്കുക എന്നുള്ളത് ഖുർആനിന്റെ തത്വമാണ്, ഖുർആനിന്റെ നിർബന്ധപൂർവ്വം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമിഅൻ പ്രവാചക തിരുമേനി അതിനെക്കുറിച്ച് സംസാരിച്ചത്. അത് കൊടുക്കുന്നവനെയും വാങ്ങുന്നവനെയും അതിനുവേണ്ടി എഴുതുന്നവനെയും എന്നൊക്കെ പറഞ്ഞില്ലേ, അതിന് സാക്ഷിയാകുന്നവനെ പോലും, കാരണം അവനും അതിലൊരു വിഹിതമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ചൂഷണം ചെയ്യപ്പെടുന്ന സകലതിൽ നിന്നും മനുഷ്യരെ വിമോചിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പലിശയടക്കമുള്ളതെല്ലാം സമാധാനത്തിനുള്ള വഴി പറഞ്ഞെടുക്കുകയും ചെയ്യുന്നു. അസമാധാനം ഉണ്ടാക്കാൻ കാരണമാകുന്ന എന്താണോ അതൊക്കെ ഇല്ലാതാക്കി. ഞാൻ നിർത്തുകയാണെന്ന് പറഞ്ഞിട്ട് പിന്നെയും തുടർന്നു പോയതിൽ ക്ഷമിക്കണം. ആ വാല്യൂസിലേക്ക് തന്നെയാണ് തിരിച്ചു പോകേണ്ടത്. ഒച്ചപ്പാടുകളല്ല വേണ്ടത്, വാല്യൂസാണ് വേണ്ടത്. മനുഷ്യനെ കരുണാപൂർവം കാണാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് പോകണം. മനുഷ്യന് മാപ്പ് കൊടുക്കണം. അതല്ലേ നബി പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഹംസ എന്ന് പറഞ്ഞൊരു സ്വഹാബി ഇല്ലേ, നമ്മൾ ആ പേര് കേട്ടാൽ അറിയാതെ പറഞ്ഞു പോകും. റളിയല്ലാഹു അൻഹു. റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പടച്ചവൻ്റെ കരുണയുണ്ടാവട്ടെ, പ്രീതി ഉണ്ടാവട്ടെ എന്നൊക്കെയുള്ളൊരു പ്രാർത്ഥനയാണല്ലോ. ആണല്ലോ. ഹംസ എന്ന് കേട്ടാൽ അപ്പം പറയും പടച്ചവൻ്റെ പ്രീതി അദ്ദേഹത്തിൻ്റെ മേലുണ്ടാവട്ടെ. അദ്ദേഹത്തെ വധിച്ചതാരാ? വഹിഷി എന്ന് പറഞ്ഞ ഒരാളാ. വിഷം നിറച്ച അമ്പ് കൊണ്ടിങ്ങനെ വധിച്ചു കളഞ്ഞതാ ഉഹദ് എന്ന യുദ്ധത്തിൽ വെച്ചിട്ട്. ഈ ഹംസ എന്ന് പറഞ്ഞ നബി തിരുമേനിക്ക് അത്രയും വലിയ ആവേശമായിരുന്നു കേട്ടോ, വലങ്കയ്യായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞത് ഹംസത്തുൽ ഖറാർ എന്നാണ്. അദ്ദേഹം ഷഹീദായപ്പോൾ പറഞ്ഞത് സയ്യിദ് ഷുഹദാ എന്നാണ്. രക്തസാക്ഷിയല്ല, രക്തസാക്ഷികളുടെ നേതാവ് എന്നാണ് പറഞ്ഞത്. ധീരനായ ഹംസ എന്നൊക്കെയാണ് പറഞ്ഞത്. അദ്ദേഹത്തെയാണ് വധിച്ചത്. ആര്? വഹിഷി. ഈ വഹിഷിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്? അദ്ദേഹം ആരെയാണ് വധിച്ചത്? ഹംസ റളിയല്ലാഹു അൻഹുവിനെ. ഈ വഹിഷിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടതെന്നറിയോ? റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് മേൽ പടച്ചവന്റെ പ്രീതി ഉണ്ടാകട്ടെ. അദ്ദേഹം ഇത് അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് ചെയ്തതല്ല, വേറൊരാൾക്ക് വേണ്ടി ചെയ്തതാ. ആ ആളുടെ പേര് ഹിന്ദ് എന്ന സ്ത്രീയാ. ആ സ്ത്രീയുടെ പേര് കേൾക്കുമ്പോഴും നമ്മൾ പറയേണ്ടത് എന്താ? ആ യുദ്ധക്കളത്തിൽ ഇങ്ങനെ വന്നിട്ടേ ഷഹീദായി കിടക്കുന്ന, രക്തസാക്ഷിയായി കിടക്കുന്ന ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിങ്ങനെ കുത്തിക്കീറിയിട്ട് കരള് പുറത്തെടുത്ത് കടിച്ചു തുപ്പി എന്നാണ്. പകയുടെ ഏറ്റവും കഠിനമായ രൂപമാണ്. അവിടെയാണ് അവസാനിച്ചത് പക. അവിടെ നിന്ന് അങ്ങോട്ടൊന്നുമില്ല, അവിടെ അവസാനിച്ചു. ആ ഹിന്ദിൻ്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്? പടച്ചവൻ്റെ കരുണ, പടച്ചവൻ്റെ പ്രീതി അവരുടെ മേലുണ്ടാവട്ടെ. റളിയല്ലാഹു അൻഹ ആണല്ലോ. ഈ ഹിന്ദിനത് ചെയ്യാനുള്ള എല്ലാ ആവേശവും ഒത്താശയും ചെയ്തു കൊടുത്ത വേറൊരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഖാലിദ് ബിൻ വലീദ് എന്നാണ്. കുട്ടിക്കാലം മുതലുള്ള ചങ്ങാതിയ. ആ ഖാലിദ് ബിൻ വലീദിൻ്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് എന്താ? അപ്പോഴും പറയേണ്ടത് അതാണ്, റളിയല്ലാഹു അൻഹു. ബാക്കി നിങ്ങളുടെ ആലോചനക്ക് വിടുകയാണ് ഞാൻ. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുടെയൊക്കെ പേരിലേ സാരല്ലടാ എന്ന് നമ്മളൊന്ന് പറയാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളുണ്ടാവും. കുടുംബത്തിൽ, കൂട്ടുകാരിൽ, സംഘങ്ങളിലൊക്കെ ഉണ്ടാവില്ലേ. മക്ക വിജയത്തിൻ്റെ ദിവസം നബി തിരുമേനി പറഞ്ഞതാണ്, അത്രയേറെ മർദ്ദിച്ച മനുഷ്യന്മാരാ അവരോട് പറഞ്ഞത്, സാരല്ലടാ നിങ്ങൾ പോയിക്കോളൂ. ഒറ്റ വാക്ക്, സാരല്ലടാ നിങ്ങൾ പോയിക്കോളൂ. ഇദ്ഹബൂ അൻതുമുത്തുലഖാ. സാരല്ലടാ എന്ന് നമ്മളൊന്ന് പറയാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരില്ലേ. ഒറ്റ മനുഷ്യനോടെങ്കിലും ഇന്ന് രാത്രി ഫോൺ ചെയ്തിട്ട് സാരല്ലടാ എന്ന് പറയുന്നതിൻ്റെ പേരാണ് പ്രവാചക സ്നേഹം. ആ അർത്ഥത്തിൽ നവീകരിക്കപ്പെടണം. മദീന മദീന എന്ന് നമ്മൾ പറയൂലേ. എന്താണ് മദീന? മദീന ഒരു നാടിൻ്റെ പേരായി നിൽക്കേണ്ടതല്ല. മദീന ഒരാശയമാണ്. നമ്മളിങ്ങനെ മദീനകളായിക്കൊണ്ടിരിക്കണം. ഒരു മനുഷ്യൻ്റെയെങ്കിലും ജീവിതത്തിൽ അഭയം, ആശ്രയം, തണൽ. ആരുമില്ലാത്തൊരു മനുഷ്യനെങ്കിലും നമ്മൾ ആരെങ്കിലും ആകലാണത്, അഭയമാകലാണത്. ഒരു മനുഷ്യനെങ്കിലും ഇങ്ങനെ പുഞ്ചിരിയുടെ കാരണമായി നമ്മൾ മാറില്ല.
അപ്പം നമ്മൾ ആരാകുമെന്നറിയോ? നമ്മൾ മദീനയാകും. മദീനകളാകുന്നവരെ കാത്തിരിക്കുകയാണ് അത്രയേറെ മനുഷ്യർ. പടച്ചവൻ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ നബിയുടെ തൊട്ടടുത്തൊന്നല്ല, നമ്മൾ കുറേ ബാക്കിലായിരിക്കും. നമ്മൾ നബിയുടെ പിന്നിലാണെന്നൊക്കെ പറയും, പക്ഷെ തൊട്ട് പിന്നിലൊന്നല്ല, കുറേ ബാക്കിലാണ് നമ്മൾ. പക്ഷെ എന്നാലും നമ്മൾ വേറെ ആരുടെയും പിന്നിലാകരുത്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.